ഹാപ്പി ഗുഡ് ഫ്രൈഡേ. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കുടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടു കൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ്, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിക്കുവിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന്, കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയി കളഞ്ഞു. കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിനായിട്ട് യെരൂശലേമിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കർത്താവിനെ പരീക്ഷിക്കാൻ പലവിധമായ ആളുകൾ വന്നു. പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ. അടുത്തത് ശാസ്ത്രിമാരും സദൂക്യരും അവരുടെ ചോദ്യങ്ങളുമായിട്ട് വരും. അപ്പോൾ ഈ വ്യക്തികളെല്ലാം അകത്ത് ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അവർ കപടഭക്തിക്കാർ ആണ്. അവരുടെ അകത്ത് അവർക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം വെച്ചിട്ട് കർത്താവ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്നിട്ട് അവരുടെ ഉത്തരത്തെ മാച്ച് ചെയ്യുന്ന ഉത്തരമല്ലെങ്കിൽ അത് വെച്ച് കർത്താവിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കാനായിട്ട്, താൻ മെസ്സിയയാണ്, ദൈവപുത്രനാണ്, ദൈവത്തിന് തുല്യനാണ് എന്ന് അവകാശപ്പെടുന്ന ഈ ഗുരുവിനെ കൊല്ലാനായിട്ട് അവർ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, സ്കീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തുണ്ട് അങ്ങനെയുള്ള ആളുകൾ. എൻ്റെ അടുത്തേക്കും ചില ആളുകൾ വരാറുണ്ട്. ഒരു ബന്ധമില്ലാത്ത ചില ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ ചോദ്യം ചോദിക്കുന്നത്? നമ്മളതിന് നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ ഒരു മറുപടിയും പറയും. അവരാ മറുപടി വേറെ ഒരു അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ട് നമുക്കെതിരെ ഉപയോഗിക്കും. അങ്ങനെയുള്ള കപടഭക്തിക്കാർ അന്നും ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ കപടഭക്തിക്കാർ കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്. നമ്മുടെ സഭയിലെ മൂപ്പന്മാർക്ക് എന്തോ വലിയ എഫക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു വിഷയം. അതുകൂടെ ചേർത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ ഈ പശ്ചാത്തലം മനസ്സിലാക്കണം. മത്തായി തൻ്റെ സുവിശേഷം എഴുതുന്നത് യഹൂദന്മാർ കൂടുതലുള്ള സഭകൾക്കാണ്. അവിടെയാണ് ഇത് വായിക്കപ്പെടാൻ പോകുന്നത്. അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ കാത്തിരിക്കുന്ന അവരുടെ യഥാർത്ഥ മിശിഹ, ദൈവം അവരെ രക്ഷിക്കാനായിട്ട്, അവരെ എക്സൈലിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുവിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ആലയത്തിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാനായിട്ട്, ഉടമ്പടിയെ പുതുക്കാനായിട്ട് ദൈവം അവരുടെ രക്ഷകനായിട്ട് വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ഈ മനുഷ്യനായ നസ്രാനായ യേശുവിലൂടെയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അതാണ് മത്തായി ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് മത്തായി തൻ്റെ സുവിശേഷത്തിൽ കർത്താവിന് പല പ്രാവശ്യം കർത്താവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 2 യഹൂദന്മാരുടെ ഒരു രാജാവിനെ, അത് ദാവീദാണ്,
ദൈവപുത്രനുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്ന ദൈവമാണ് രാജാവ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് യഹൂദന്മാരുടെ രാജാവായി, ഇസ്രായേലിൻ്റെ രാജാവായി, പിന്നീട് എല്ലാ ജാതികളുടെയും രാജാവായി വാഴാൻ പോകുന്ന മെഷിയാകുന്ന ഒരു രാജാവ്. മിശിഹ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ട രാജാവ്, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതൻ, അഭിഷേകം ചെയ്യപ്പെട്ട രാജകീയ പുരോഹിതൻ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വരും ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്താൻ, ഇസ്രായേലിൻ്റെ ആരാധനയെ യഥാസ്ഥാനപ്പെടുത്താൻ, ഇസ്രായേലിനെ റോമക്കാരുടെയും മറ്റ് ജാതികളുടെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ, അവരുടെ ആലയത്തെ ശുദ്ധീകരിക്കാൻ, ദൈവമായുള്ള അവരുടെ ഉടമ്പടിയെ പുതുക്കാൻ, ദൈവത്തോട് അവരെ അടുപ്പിക്കാൻ, അവർക്ക് പുനരുത്ഥാനം എന്ന് പറയുന്ന വരാനിരിക്കുന്ന രാജ്യത്തിലുള്ള അവരുടെ ആ ഓഹരി ലഭ്യമാക്കി കൊടുക്കാൻ. ഇതൊക്കെ വിശ്വസിച്ചു കൊണ്ടിരുന്ന യഹൂദന്മാരാണ്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും മിശിഹായിൽ വിശ്വസിച്ച ആളുകളാണ് മത്തായിയുടെ ഓഡിയൻസ്. ഇവിടെ മത്തായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നതും അതേപോലത്തെ ചില ആളുകളാണ്, പരീശന്മാർ. ഈ പരീശന്മാരെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ആളുകളൊന്നുമല്ല, വളരെ നല്ല ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ്. പരീശൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ സെറ്റ് അപ്പാർട്ട്, അഥവാ ഞാൻ പാപികളിൽ നിന്നും വേർപെട്ടവനാണ് എന്നാണ് അർത്ഥം. പാപികളിൽ നിന്ന് വേർപാട് ആചരിച്ച്, പാപികളെന്ന് പറയുമ്പം ചുങ്കക്കാരും വ്യഭിചാരികളും അങ്ങനെയുള്ള പാപത്തിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടിട്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മെഷിയായുടെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് എന്ന് അവകാശപ്പെടുന്ന, വെള്ളയും ധരിച്ച് വലിയ സ്ക്രോൾസ്, ഈ വലിയ ബൈബിൾ കണ്ടില്ല, വലിയൊരു ബൈബിളാണ്. അതേമാതിരി ഇത് നമ്മളെ കാലത്തെ വലിയ ബൈബിളാണെങ്കിൽ അവർക്ക് വലിയ നീളത്തിലുള്ള സ്ക്രോൾസാണ്. അത് കയ്യിലും പിടിച്ച് അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ നീളത്തിലുള്ളതാക്കിയിട്ട് അതൊക്കെ കാണിക്കുന്ന അവരുടെ ആത്മീയതയാണ്. കാരണം കർത്താവിൻ്റെ വസ്ത്രം നമുക്ക് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ കൊണ്ട് മുഴുവൻ സ്വർഗവും നിറഞ്ഞിരിക്കുകയാണ്. അത് കാണിക്കുന്നത് സ്വർഗം മുഴുവൻ പവിത്രമാണ് എന്നാണ്. അവർ പറയുന്നത് ഞങ്ങൾ മുഴുവനും പവിത്രമായ ആ വെള്ളയും ധരിച്ച് ഞങ്ങളുടെ ഉള്ളും അകവും പുറവും ഒരേപോലെ ശുദ്ധിയുള്ളതാണ് എന്ന് അവകാശപ്പെടുകയാണ് അവർ. കവലകളിൽ ചെന്ന് അവർ വലിയ നീളമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. അവർ ദാനധർമ്മങ്ങൾ നടത്തുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നീതിമാന്മാരാണ്, കപടഭക്തിക്കാരാണ് എന്ന് ഞങ്ങളെക്കുറിച്ച് പലരും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ വാസ്തവത്തിൽ വളരെ നീതിയോടെ ജീവിക്കുന്ന വ്യക്തികളാണ്. ഏത് ലാഭമുണ്ടായാലും അതിൽ ദശാംശം പതാരം കൃത്യമായിട്ട് കൊടുക്കുന്ന വ്യക്തികളാണ്. ജീരകം ഞങ്ങൾ മേടിച്ചാൽ ആ ജീരകത്തിൻ്റെ 100 എന്താ പറയുക ചെറിയ ഇതുണ്ടെങ്കിൽ അതിൽ 10 മാറ്റി വെച്ചിട്ട് അതുപോലെ കറക്റ്റായിട്ട് ദൈവത്തിന് പതാരം കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പം വളരെ ആത്മീയമായിട്ട് ദൈവവുമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുകയും വചനം ധ്യാനിക്കുകയും വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ഒരു മോറൽ പോലീസ് മാതിരി ചുങ്കക്കാരെയും പാപികളെയും അവരുടെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കുകയും, അവരെ പാപത്തിൽ പിടിച്ചാൽ അവരെ പുറത്താക്കും, അവരുടെ പേര് വെട്ടും. അവരുടെ പേര് സിനഗോഗിൽ നിന്ന് വെട്ടിയാൽ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വെട്ടി എന്നതാണ്. കാരണം അവരുടെ യഹൂദന്മാരുടെ ഗ്രന്ഥത്തിലുള്ള ആ പേരാണ് സ്വർഗത്തിലെ ഒരു ഗ്രന്ഥമുണ്ട്, അതാണ് ജീവന പുസ്തകം, ആ പുസ്തകത്തിലുള്ളത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ ജീവിക്കുന്ന പരീശന്മാർ ഇന്ന് ചില ആളുകൾ, ചില വലിയ പാസ്റ്റർമാർ പറയും ജീവിക്കുന്ന പാസ്റ്റർമാരായിരിക്കണം. ഈ ജീവിക്കുന്ന പാസ്റ്റർമാർക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട്, കരുണ, ദയ, വിശ്വസ്തത, സ്നേഹം. ഇതൊക്കെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നത്. മദർ തെരേസയെ കണ്ടോ? അവരാണ് ജീവിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. നമ്മൾ വളരെ വിശുദ്ധിയോടെ ജീവിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. പാപിയെ കാണുമ്പോഴും ആവശ്യക്കാരനെ കാണുമ്പോഴും പീഡിപ്പിക്കപ്പെട്ടവനെ കാണുമ്പോഴും നമുക്ക് കരുണ തോന്നുന്നില്ലെങ്കിൽ, ഒരു നല്ല ശമര്യക്കാരൻ്റെ ആ മനസ്സ് നമുക്ക് വരുന്നില്ലെങ്കിൽ, വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമുക്കറിയാം, അല്ലേ? നമ്മുടെ പാപങ്ങളെന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുന്ന വികൃതമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുന്ന കാര്യങ്ങളാണ്.
ആ പാപങ്ങളൊക്കെയും ദൈവം മുഴുവനായിട്ട് അറിഞ്ഞിട്ടും, അകത്തു നിന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടും സൗജന്യമായിട്ട് കർത്താവ് യേശു ക്രിസ്തു ഈ ഗുഡ് ഫ്രൈഡേ ദിവസം കാൽവറി ക്രൂശിൽ തകർന്നത് സൗജന്യമായിട്ടും അതിനെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞും കൊണ്ടാണ് ക്ഷമിക്കുന്നത്, അറിയാതെയല്ല. നമ്മുടെ പാപത്തിൻ്റെ ആഴം, വീതി, നീളം മുഴുവൻ അറിഞ്ഞും കൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം അറിയിക്കാൻ വേണ്ടി കൃപയാൽ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ റിച്വൽ, മോറൽ, സ്റ്റാറ്റ്യൂട്ടറി എല്ലാ ഇംപ്യൂരിറ്റീസും, നമ്മുടെ അകത്ത് എന്തൊക്കെ ശാപത്തിൻ്റെയോ പാപത്തിൻ്റെയോ കെട്ടുകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടോ, സ്വഭാവങ്ങളുണ്ടോ, അതിനെയെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിറ്റർജൻറ്റിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഡിറ്റർജൻ്റാണ് ആടുമാടുകളുടെ രക്തത്തെക്കാളും പവർഫുൾ. ഹാബേലിൻ്റെ, നീതിമാനായ ഹാബേലിൻ്റെ രക്തത്തെക്കാളും പവർഫുൾ ആയിട്ടുള്ള രക്തമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ, ദൈവം ദേഹരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നവൻ്റെ ആ രക്തം. ആ രക്തം നമ്മളെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കും. നമ്മൾ പാപം മറച്ചു വെച്ചാൽ ശുദ്ധീകരിക്കില്ല. പക്ഷെ നമ്മൾ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തുകയാണെങ്കിൽ, യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ പാപം എത്ര ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ പൂർണ്ണമായി ശുദ്ധീകരിക്കും. ഇവിടെ നമ്മളെ പാരമ്പര്യക്കാരായിട്ടുള്ള പല പാസ്റ്റർമാരുമുണ്ട്. അവർക്കറിയാം നമ്മളെ പാപങ്ങളൊക്കെ കർത്താവ് ഏറ്റെടുത്തു, കർത്താവ് ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടത്. അല്ലാതെ നമ്മളെ പാരമ്പര്യം കൊണ്ടോ, നമ്മൾ ഇന്ന വീട്ടിൽ ജനിച്ചത് കൊണ്ടോ, ഇന്ന ബൈബിൾ കോളേജിൽ പോയി പഠിച്ചത് കൊണ്ടോ, ഇത്രയും മാർക്ക് നമുക്ക് കിട്ടിയത് കൊണ്ടോ, ഇത്രയും ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നത് കൊണ്ടൊന്നുമല്ല. കർത്താവ് സൗജന്യമായിട്ടാണ് ഏറ്റവും വലിയ പുരോഹിതൻ്റെയും നമ്മുടെ സഭയിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ആ പുതിയ വിശ്വാസിയുടെയും പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തത്, സൗജന്യമായിട്ട്. അതിന് നമ്മൾ കാരണമല്ല, കൃപയാലാണ് നടന്നിരിക്കുന്നത്. അത് എന്നാണോ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ബോധ്യം വരുന്നത്, അന്ന് അവൻ്റെ ഹൃദയം കൃതജ്ഞത കൊണ്ട് നിറയും. അവൻ ദൈവമേ നന്ദി എന്ന് വിളിക്കും. അത് ഉള്ളിൽ നിന്ന് വരും. പാപം മൂലം മാനവരാശിക്ക് ശാപം വന്നു. ആ ശാപത്തിൻ്റെ അടയാളമാണ് നമ്മളെല്ലാവരും മരിക്കും എന്നുള്ളത്. മരിച്ച ശേഷം നമ്മൾ ദ്രവിക്കും, നമ്മുടെ ശരീരം ദ്രവിക്കും, നമ്മൾ നരകത്തിലേക്ക് പോകും. ഈ ശാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും നരകത്തെയും ഇതിനെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ആ പാപം കാരണമാണല്ലോ ഇതൊക്കെ വന്നിരിക്കുന്നത്, അതിനെ പൂർണ്ണമായിട്ട് നീക്കിക്കളയുന്ന ഒരു പ്രവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ പ്രവൃത്തി ഒരാൾ മനസ്സിലാക്കുമ്പോൾ സൗജന്യമായിട്ടാണത്. നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തുകൊണ്ടാണോ? അല്ല, സ്നേഹത്താലാണത്. നമ്മുടെ പാപം എത്ര മോശപ്പെട്ട പാപമാണെങ്കിലും അത് നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും, നമുക്ക് തന്നെ നമ്മളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. അതുപോലത്തെ സ്നേഹം, ആ സ്നേഹം ഒരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ അവൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടും. അവൻ ദൈവത്തോട് നന്ദി പറയും. അവൻ ദൈവത്തെ വിളിച്ച് നന്ദി പറയും. അവന് പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ ഇന്ന വലിയ ജാതിയാണെന്നോ, ഞാൻ ഇന്ന വലിയ മാർക്കുള്ളവനാണെന്നോ, ഇന്ന ബൈബിൾ കോളേജിൽ പഠിച്ചവനാണെന്നോ, ഇത്രയും പൈസ ഞാൻ ദൈവത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുത്തെന്നോ, ഞാൻ വലിയ പുരോഹിതനാണെന്നോ, എൻ്റെ പേരിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ, എൻ്റെ പേരിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യപ്പെട്ടെന്നോ, ഞാൻ ഇത്ര ചെയ്തെന്നോ, ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് ഇന്ന വെളിപ്പാടുണ്ടെന്നോ, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ വേറൊരു അവസ്ഥകളിൽ അവർ പറഞ്ഞെന്നിരിക്കാം. പക്ഷേ വാസ്തവത്തിൽ ആ വ്യക്തിയുടെ ക്ലെയിം എന്താണ്? കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു കാര്യമാണ് കരുണ. കൃപയാലല്ലേ നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടത്. അവർ കരുണയുള്ളവരാകും. അത് ഇല്ല എങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ ഒരു വിശ്വാസിയല്ല, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല. മത്തായി 25 മത്തായി അതിനെക്കുറിച്ച് പറയും. അവസാനത്തെ ന്യായവിധി സമയത്ത് ദൈവം ചോദിക്കാൻ പോകുന്നത്, എവിടെ സ്നാനപ്പെട്ടു, എത്ര പ്രാവശ്യം സ്നാനപ്പെട്ടു, എത്ര ആരാധനകൾക്ക് പോയി, ഏതൊക്കെ മെസ്സേജ് പ്രസംഗിച്ചു, എത്രയൊക്കെ ബുക്ക് എഴുതി, എത്ര വലിയ വലിയ പള്ളികൾ പണിതു, എത്ര വലിയ കോൺഫറൻസുകളിൽ പങ്കെടുത്തു. ഇതൊന്നുമല്ല കർത്താവ് ചോദിക്കാൻ പോകുന്നത്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ സഹായിച്ചില്ല. ദയ
നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നത് മാത്രം നോക്കിയിട്ടായിരിക്കും അവസാനത്തെ യഥാർത്ഥ ന്യായവിധി എന്ന് പറയുന്നത്. കർത്താവ് ദയാലുവായിരിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവർ ദയ കാണിച്ചോ? നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചോ? മേഴ്സി ആൻഡ് കമ്പാഷൻ ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി അല്ല. ബ്ലെസ്സഡ് ആർ ദ മേഴ്സിഫുൾ എന്ന് കർത്താവ് പറഞ്ഞില്ലേ? ദയ ലഭിച്ചവരും ദയ കൊടുക്കുന്നവരും ഭാഗ്യവാന്മാർ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ. ഞാനൊരു കാര്യം പറയാം. ഈ പരീശന്മാർക്കില്ലാതെ പോയ കാര്യം ആ ഘടകം ഇന്ന് നമ്മൾ പറയുന്ന പെന്തിക്കോസുകാർ പറയുന്ന എല്ലാ വിശുദ്ധിയുടെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് പാലിക്കാൻ നമ്മളെക്കാളും മെച്ചപ്പെട്ട ജീവിതം ഒരുപക്ഷെ ജീവിച്ച ആളുകളായിരിക്കും ഈ പരീശന്മാർ. അത് സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയോ. ഇത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു. ഇത്രയും കാലം നമുക്കും ഒരു അഹങ്കാരമുണ്ട്, നമ്മളെന്തൊക്കെയോ ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും മനസ്സിലാക്കാതെ പോയി എന്ന് മാത്രമല്ല, അവർ തെറ്റായ രീതിയിലുണ്ടാക്കിയ മാനദണ്ഡങ്ങൾ വെച്ചിട്ട്, നീതിയില്ലാത്ത അളവുകോലുകൾ വെച്ചിട്ട് അളന്ന് അവരെ സഭകളിൽ നിന്നും അവിടെ സിനഗോഗുകളിൽ നിന്നും പുറത്താക്കി. അതുകൊണ്ടാണ് കർത്താവ് അവരോട് കോപിച്ചത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ വ്യക്തികളെ, ആ നല്ല ശമര്യക്കാരൻ അടികിട്ടി റോഡ് അരികിൽ മരിക്കാൻ കിടക്കുന്ന ആ വ്യക്തിയെ സഹായിക്കാൻ ചെന്നിട്ട് അവനെ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കേണ്ടവരാണ്. ഈ ബലഹീനരായ പാപികളെയും ചുങ്കക്കാരെയൊക്കെ നിങ്ങൾ ചെന്ന് ഈ വേദപുസ്തകം പഠിപ്പിച്ച് തിരിച്ച് സിനഗോഗിലേക്ക് കൊണ്ടുവരേണ്ടവരാണ് ദയയാൽ, കൃപയാൽ. വാസ്തവത്തിൽ ആ അപ്പനെ പോലെ ആ മടങ്ങി വരുന്ന പുത്രനെ കാണുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ എന്താ പറയുക, ഹഗ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരേണ്ടവരാണ് നിങ്ങൾ. പക്ഷെ പകരം നിങ്ങളെന്താ ചെയ്യുന്നത്? അവരെ ന്യായം വിധിക്കുകയാണ്. ശരിയായ മാനദണ്ഡങ്ങളും അതിനുപയോഗിക്കുന്നില്ല, എന്നിട്ട് അവരെ പുറത്താക്കുകയാണ്. അപ്പോൾ കർത്താവ് വളരെയധികം അവരോട് കോപിച്ചു. കാരണം കർത്താവ് വിഷമിച്ചിട്ടാണ് കോപിക്കുന്നത്, അല്ലാതെ കർത്താവിന് ഭയങ്കര കോപമുള്ള ഒരാളായതുകൊണ്ടൊന്നുമില്ല. കർത്താവ് വിഷമിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ ചുങ്കക്കാരും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം ചുങ്കക്കാർക്ക് ഇതുവരെയും ലഭിക്കാത്ത കരുണ ലഭിക്കുകയാണ്. പരീശന്മാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവൻ മെസ്സിയാണെങ്കിൽ നമ്മളെയല്ലേ അവൻ ഉൾക്കൊള്ളേണ്ടത്, നമ്മളെയല്ലേ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത്. ശാസ്ത്രിമാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവൻ നമുക്ക് ഈ വചനങ്ങൾ മോശ വ്യാഖ്യാനിച്ച് തന്ന പോലെ ഫുള്ളായിട്ട് നന്നായിട്ട് വ്യാഖ്യാനിച്ച് തരേണ്ടതല്ലേ ചെയ്യേണ്ടത്. പകരം ഇവന് പാപിനികളുടെ അടുക്കലേക്കും ചുങ്കക്കാരുടെ അടുക്കലേക്കും ചെന്നിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. കർത്താവ് ഈ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളോടൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇടപെട്ടത്. ചുങ്കക്കാരോട് ദയ കാണിച്ചു. കാരണം അവർക്കതാ വേണ്ടത്. കുറച്ച് ദയ കിട്ടിയാൽ അവർ ആ ദ്രവ്യാഗ്രഹമൊക്കെ വിട്ടിട്ട് റോമക്കാരുടെ സ്ലേവ്സ് ആവുന്നതിന് പകരം അവർ തിരിച്ച് സിനഗോഗിലേക്ക് വരും, നല്ല രീതിയിൽ ജീവിക്കും, അവിടെ പേര് തിരിച്ച് ചേർക്കാം. ഇനി പാപിനികൾക്കും വേണ്ടിയിരുന്നത് കരുണയായിരുന്നു. പാപം ക്ഷമിച്ച് കിട്ടിയ അവർ ആ ജീവിതം നിർത്തിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ തയ്യാറാണ്. ജീവിത സാഹചര്യം കൊണ്ടാണ് അവർ പലരും അങ്ങനെ പോയത്. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ശരിക്കും വേണ്ടിയിരുന്നത് നല്ല ചൂരൽ വടിയാണ്. അതാ കർത്താവ് കൊടുത്തത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ദൈവം ദയ തരുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ദയയാലാണ് ദൈവം ഇസ്രായേലിനെ തന്നെ തിരഞ്ഞെടുത്തത്. ദൈവം ഡ്യൂട്രോണമിയിൽ ആദ്യമായിട്ട് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡ്യൂട്രോണമി 7-ാം അധ്യായത്തിൽ പറഞ്ഞെന്താണ്? നിങ്ങൾ മറ്റ് ജാതികളെക്കാളും മെച്ചപ്പെട്ട ആളുകളായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മറ്റ് ജാതികളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ പാപങ്ങൾ ഉള്ളിലുള്ള ആളുകളായിരിക്കും. പക്ഷേ ആ ദൈവത്തിൻ്റെ മഹാദയും സ്നേഹവും അബ്രഹാം ഇസാക്ക് യാക്കോബിനോടുള്ള ദൈവത്തിൻ്റെ ആ കരുതലും അത് നിമിത്തമാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവം കൃപയാൽ ദയയാൽ ഈ പരീശന്മാർക്ക് ഈ വചനങ്ങൾ തന്നു, ഈ വചനങ്ങൾ ഗ്രഹിക്കാനുള്ള അവസരം തന്നു, ഈ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരം തന്നു. അത് വിനിയോഗിച്ച് മറ്റുള്ളവരെ
കർത്താവിനോട് അടുപ്പിക്കുന്നതിന് പകരം അവർ കർത്താവിലേക്ക് ആരെങ്കിലും അടുക്കാനായിട്ട് വരികയാണെങ്കിൽ, ദൈവത്തോട് ആരെങ്കിലും എടുക്കാൻ വരികയാണെങ്കിൽ അവരെ അകറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് വളരെ കോപിച്ചു. ഇനി അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ 23-ാം അധ്യായത്തിൽ കർത്താവ് ഈ പരീശന്മാരെ നോക്കി അയ്യോ കഷ്ടം എന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെടുത്ത് വായിച്ച് നോക്കണം. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവരുടെയൊക്കെ ആ വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം അനുഭവിക്കാൻ പോവുകയാണ് തൻ്റെ ശരീരത്തിൽ. എന്ന് മാത്രമല്ല, അതിപ്പോഴും അതിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന കപടഭക്തിയും ഇസ്രായേലിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടതയും വെറുപ്പും അനീതിയും ദൈവം വഹിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. കർത്താവ് അവൻ്റെ അകത്ത് ഇത് വഹിച്ചുകൊണ്ട് അവൻ്റെ സങ്കടം കൊണ്ട് കർത്താവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തികൾ വന്നിട്ട് ചോദിക്കുക, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പരീക്ഷിച്ച് കർത്താവ് എന്താണ് പറയാൻ പോകുന്നത്. കർത്താവ് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഇവർ കർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല കേട്ടോ. കർത്താവ് യേശുക്രിസ്തുവിനെ അവരുടെ യഹോവയായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. കർത്താവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും സർ, ലോർഡ് അല്ലെങ്കിൽ മാസ്റ്റർ, യജമാനനെ എന്നുള്ളതാണ്. ഗുരു എന്നുള്ള അർത്ഥം മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, നല്ല ഗുരു, നീ നല്ല കറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന, മോപക്ഷ ഇല്ലാതെ പഠിപ്പിക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ എൻ്റെ അടുത്തേക്കും വരാറുണ്ട് ചില ആളുകൾ. നിൻ്റെ അഭിപ്രായം എന്താണ്? തൂജ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് ഈ നമ്മുടെ ഹോമിയോപ്പതിയിൽ. അപ്പോൾ ഡോക്ടറെ പരീക്ഷിക്കാൻ വരുന്ന പേഷ്യൻറ്റിന് കൊടുക്കുന്ന മരുന്നാണ്. അവർക്ക് അവരുടെ രോഗം അറിയാം, അവർക്ക് അതിനെ മരുന്നും അറിയാം. അവർ ഡോക്ടറെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നവരാ. ഡോക്ടർ ആ മരുന്ന് തരുമല്ലോ, അവർക്ക് കൊടുക്കേണ്ട മരുന്നിൻ്റെ പേരാണ് തൂജ. ഡിസീറ്റ്ഫുൾ ബിഹേവിയർ, അതിനുള്ള നമ്പർ 1 റെമഡിയാണ് പൂജ. അവർക്ക് ധൈര്യമില്ല ഒരു കാര്യം ഡയറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനോ പറയാനോ. അപ്പോൾ അവർ ബാക്കിൽ കൂടെയുള്ള വഴികൾ ഉപയോഗിച്ച് പറയും. ഇത് ഒരു നോളജാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുക. അവർക്ക് വരുന്ന ചില രോഗങ്ങളുണ്ട്, ട്യൂമർ, ക്യാൻസർ, പിന്നെ വാട്ട്, ശരീരത്തിൽ എവിടെയെങ്കിലും കൂടുതലായിട്ടുള്ള ഗ്രോത്ത് അവിടെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ സ്വഭാവമുള്ളവർക്ക് വരും. അപ്പോൾ ക്യാൻസറിൻ്റെ നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കിയാൽ മതി. വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം, ഇതിനൊക്കെ ക്യാൻസറായിട്ട് ബന്ധമുണ്ട്. അത് റീസർച്ചിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്, സൈക്കോളജിക്കൽ റിസർച്ചിൽ. നമ്മളെ ഹൃദയത്തിനകത്ത് നമ്മൾ മറ്റുള്ളവരോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കരുണ കാണിക്കാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, നമ്മൾ ദയ കാണിക്കുന്നവരല്ലെങ്കിൽ, നമ്മുടെ ഇത്രയും വലിയ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു, നമുക്ക് ക്ഷമിച്ചുകൂടെ? ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. എന്നെ എത്രയോ പീഡിപ്പിച്ച എത്രയോ ആളുകളുണ്ട്, എന്നെ എത്രയോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത ആളുകളുണ്ട്. ദൈവത്തോട് ചില സമയത്ത് വിഷമിക്കുമ്പോൾ ഞാൻ പലതും പറയും, ദൈവമേ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ അവസാനം വരുമ്പോൾ അതിൻ്റെ മാർഗം ക്ഷമിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ മാർഗം ദയ കാണിക്കുക എന്നുള്ളതാണ്, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, അവരോട് സ്നേഹം കാണിക്കുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് വെറുപ്പിനെ ജയിക്കാൻ സാധിക്കുള്ളൂ. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട്, വിദ്വേഷം കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല, സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ അവരുടെ മനസാക്ഷിയെ കുത്തുകൊള്ളിക്കാൻ വേണ്ടിയിട്ട് അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കും. അത് കർത്താവും ചെയ്തിട്ടുണ്ട്. കർത്താവ് അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അവരുടെ മനസാക്ഷി കളങ്കമുള്ളതാണ് എന്ന് കർത്താവ് ഈ പരീശന്മാർക്ക് അന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കർത്താവ് പറയുന്നത്? ഇവർ ചോദിക്കുക, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? ഇവർ നല്ല ഗുരു എന്നൊക്കെ വിളിക്കുമ്പം കർത്താവ് പറയുന്നതാണ്, ഞാൻ കേവലം ഒരു ഗുരു അല്ല, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഞാൻ മെഷിയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ യഹോവയാണ് അവരുടെ യഥാർത്ഥ രാജാവ്, ദൈവം മാത്രമാണ് അവരുടെ രാജാവ്. പിന്നെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ഞാൻ രാജാക്കന്മാരെ അനുവദിക്കുകയാണ്. അത് ദൈവം അനിഷ്ടത്തോടെ അനുവദിച്ച ഒരു കാര്യമാണ്. അങ്ങനെയാണ് ശൗൽ രാജാവായത്. പിന്നീട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിൻ്റെ വംശത്തിലുള്ള ആളുകൾ രാജാവായത്. എന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു മഹാപദ്ധതിയായിരുന്നു. കാരണം ദൈവം തന്നെ ഈ ദാവീദിൻ്റെ വംശാവലിയിൽ ഒരു മനുഷ്യ രാജാവായി വരാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് തെറ്റുപറ്റിയതല്ല മനുഷ്യനെ രാജാവാക്കിയത്. ചില ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹാപദ്ധതിക്ക് അനുയോജ്യമായിട്ടാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിശയപ്പെടും. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനകത്ത് തന്നെ, തൗറയ്ക്കകത്ത് തന്നെ രക്ഷയുടെ മാർഗം ഉണ്ടായിരുന്നു.
റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തെക്കുറിച്ച് ഒരു പേപ്പർ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിൽ വളരെയധികം ആനന്ദം വരികയാണ്, വളരെയധികം സന്തോഷം വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് തോറയാണോ പിശാച്, സാത്താൻ, പാപം, വെറുപ്പ് മനുഷ്യരെ കണ്ടം ചെയ്യാനായിട്ട്, ശിക്ഷാവിധിക്കാനായിട്ട്, ശിക്ഷാവിധിയിൽ അകപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചത്, അതേ തോറ തന്നെ യേശു ക്രിസ്തു മുഖാന്തിരം, അതേ തോറയാണ്. തോറ മാർച്ചൊന്നും വന്നിട്ടില്ല. പക്ഷെ അതേ തോറ തന്നെ യേശു ക്രിസ്തു മുഖാന്തിരം ദൈവം രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ തോറയ്ക്കകത്ത് തന്നെ പുത്രൻ വരുമെന്നും, ആ തോറയ്ക്കകത്ത് തന്നെ അവൻ സാത്താൻ്റെ തല ചതയ്ക്കുമെന്നും, ആ തോറയ്ക്കകത്ത് തന്നെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ആ തോറയ്ക്കകത്ത് തന്നെ ദൈവം ഹൃദയപരിച്ഛേദന ചെയ്തിട്ട് പരിശുദ്ധാത്മനെ അയക്കുമെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ പൗലോസ് എക്സൈറ്റഡ് ആയിട്ട് എഴുതുകയാണ്. ആകയാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. തോറ കാരണം നമ്മൾ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതേ തോറ ഉപയോഗിച്ച് തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെയും പരിശുദ്ധാത്മാവെന്ന ദാനത്തിലൂടെയും, ഈ 2 കാര്യങ്ങളിലൂടെ, ഗുഡ് ഫ്രൈഡേയിലൂടെയും പെന്തിക്കോസ്റ്റിലൂടെയും, ഈ 2 കാര്യങ്ങളിലൂടെ ദൈവം, നമ്മൾ ടേൺ ദ ടേബിൾസ് എന്ന് പറയില്ലേ, ദൈവം മുഴുവനായിട്ടും ആ തോറയെ തിരിച്ച് ഇരിക്കുക. ഏത് തോറയാണോ നമുക്ക് പ്രതികൂലമായിരുന്നത്, അതിപ്പോൾ നമുക്ക് അനുകൂലമായി. ഏത് തോറയാണോ നമുക്ക് ശാപം തന്നുകൊണ്ടിരുന്നത്, നമ്മളെ ശിക്ഷാവിധിയിൽ അകപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അതേ തോറ തന്നെ നമ്മുടെ രക്ഷയും നമ്മുടെ അനുഗ്രഹമായി. തോറയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടൂലേനു. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കിട്ടൂല. നമ്മളെ പ്രയത്നം കൊണ്ട് നമുക്ക് കിട്ടാത്ത ആ കാര്യം പുത്രൻ്റെ മരണത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിലൂടെയും ദൈവം സാധിപ്പിച്ചെടുത്തു. അതാണ് ഡിക്കൈയൂസൂനെ തെയു എന്ന് പറയുന്നത്. ദൈവത്താൽ ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി. ആ റോമർക്ക് എഴുതിയ ലേഖനങ്ങൾ എപ്പോഴെങ്കിലും നന്നായിട്ട് NT റൈറ്റിൻ്റെ ഒക്കെ കമൻട്രി വെച്ച് പഠിക്കണം. നിങ്ങളുടെ ഉള്ളം സന്തോഷിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ. നിങ്ങൾ വലിയ പാസ്റ്റർ ആയിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ പുത്രനിലൂടെയും പവിത്രാത്മാവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ദൈവം മുഴുവനായിട്ടും ഈ തോറ തന്നെ, ഏത് തോറയാണോ ശിക്ഷാവിധിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്, അതേ തോറയെ തന്നെ തിരിക്കാൻ പോവാം. ഏത് വെള്ളമാണോ നമ്മുടെ ഇസ്രായേൽ മക്കളെ രക്ഷിച്ചത് ഫറവോനിൽ നിന്നും, അതേ വെള്ളം തന്നെയാണ് ഫറവോൻ്റെ മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കാൻ ദൈവം ഉപയോഗിക്കുന്നത്. നശിപ്പിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെ നമുക്ക് അത് രക്ഷയ്ക്ക് കാരണമായി തീരുകയാണ്. അപ്പോൾ അങ്ങനെ രക്ഷയ്ക്ക് കാരണമായി തീരാൻ പോകുന്നത് നമ്മൾ മുന്നോടിയായിട്ട് ഇവിടെ കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തു രാജാവാണ്. ആ തോറ വെളിപ്പെടുത്തിയിരിക്കുന്ന സംഗതിയാണ്. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? യഹൂദന്മാരുടെ രാജാവാണ്. അപ്പോൾ എന്ന് പറയുന്നത് മാതിരിയാണ്, ദൈവം യഹൂദന്മാരുടെ രാജാവാണ്. ദൈവം അപ്പോയിൻറ്റ് ചെയ്തു ഒരു മനുഷ്യ രാജാവിനെ, ശൗലിനെ. ദാവീദിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ദാവീദിനെ കൊണ്ടുവന്നു. ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്നു. ദാവീദിൽ കൂടെ ദൈവം പറഞ്ഞു ദാവീദിനോട്, നിനക്കൊരു സന്തതി ഉണ്ടാവും. അത് ശലോമോനെ കുറിച്ചല്ല പറഞ്ഞത്, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സന്തതിയാണ് വാസ്തവ രാജാവ്, യഥാർത്ഥ രാജാവ്. ആ യഥാർത്ഥ ഇസ്രായേലിലെ രാജാവ് ഒരു മനുഷ്യ രാജാവായിരിക്കും. യഹോവ മനുഷ്യരൂപമെടുത്ത് വരും. അന്ന് ദാവീദിന് അത് മനസ്സിലായില്ല. ഇതിനു മുമ്പേ അബ്രഹാമിനോടും ദൈവം ഇതേ കാര്യം പറഞ്ഞിരുന്നു. തൻ്റെ പുത്രനെ അവൻ ബലിയാക്കാനായിട്ട് അർപ്പിക്കുന്ന സമയത്ത് ഒരു മാടിനെ അവന് പകരമായി കൊടുത്തിട്ട് ദൈവം ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത്, രക്തത്താലുള്ള ഉടമ്പടി, പരിച്ഛേദനയുടെ ഉടമ്പടി,
ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ആ സമയത്ത് ഇപ്രാവശ്യം ആ പുത്രനായ ഇസാക്കിൻ്റെ പരിച്ഛേദന രക്തമല്ല ഉപയോഗിക്കുന്നത്, പകരം ഉപയോഗിക്കുന്നത് ഒരു മാടിൻ്റെ രക്തമാണ്, കളങ്കമില്ലാത്ത രക്തം. ദൈവം ആ മാടിലൂടെ കാണിക്കുന്നത് വരാനിരിക്കുന്ന ഒരു മെസ്സിയ ഉണ്ട്, നിന്റെ സന്തതിയായി വരും, അബ്രഹാമിൻ്റെ സന്തതിയായി വരും, ഇസാക്കിൻ്റെ സന്തതിയായി വരും, ദാവീദിൻ്റെ കുലത്തിൽ ജനിക്കും. അവൻ്റെ ക്രൂശീകരണത്തിൽ കൂടെ, ആ രക്തത്തിൽ കൂടെ, അവൻ്റെ പരിച്ഛേദനയിൽ കൂടെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയിൽ കൂടെ ദൈവം ആ ഉടമ്പടി വാസ്തവികമായ രീതിയിൽ സ്ഥാപിച്ചെടുക്കും. രക്തത്താൽ മാത്രമേ ഉടമ്പടി ഉറപ്പിക്കാൻ പറ്റുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ. ആ ഉടമ്പടിക്കകത്ത് ദൈവം പാപങ്ങൾ ക്ഷമിക്കും, അനുഗ്രഹിക്കും. പാപങ്ങൾ ക്ഷമിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം പാപത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ശാപം, മരണം, ദ്രവത്വം, നരകം, ഇതൊക്കെ ശിക്ഷാവിധി ഒക്കെ കടന്നു വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റണമെങ്കിൽ, ശാപം മാറ്റണമെങ്കിൽ, ഒറ്റയടിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പാപം ക്ഷമിച്ചാൽ മതി. പാപം ക്ഷമിക്കാൻ രക്തം വേണം. അത് കർത്താവ് ഉണ്ടാക്കിയ നിയമമാണ്. ആദ്യം പരിച്ഛേദനയുടെ രക്തമായിരുന്നു, പിന്നീട് ആടുമാടുകളുടെ രക്തമാണ്. അബ്രഹാമിൻ്റെ മകനെ റിഡീം ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഒരു മാടിൻ്റെ രക്തമാണ്. ഇസ്രായേലിനെ മുഴുവനും ഫറവോനിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഉപയോഗിച്ചത് പല ആടുകളുടെ രക്തമാണ്. പിന്നീട് ദൈവാലയത്തിലും ആടുകളുടെയും മാടുകളുടെയും രക്തമാണ് ഉപയോഗിച്ചത്. ഈ ആടുകളുടെയും മാടുകളുടെയും രക്തത്തിന് എന്ത് ശക്തിയാണുള്ളത്? ഒരു ശക്തിയില്ല. ഇത് വാസ്തവത്തിൽ ഒരു പ്രതീകമാണ്. വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സൈൻ പോസ്റ്റാണ്, ഒരു അടയാളമാണ്. ഞാനിതിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു സ്നേഹിതനുണ്ട്, BJPയുടെ കാൻഡിഡേറ്റാണ്, ടി റനീഷ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ നമുക്ക് കാണാം. ഈ പോസ്റ്റർ എന്ന് പറയുന്നത് അയാളല്ല, പക്ഷെ പോസ്റ്റർ നമ്മളെ അയാളുടെ ഓഫീസിലേക്ക് നയിക്കും. ആ സൈൻ പോസ്റ്റാണ്. അന്ന് പറയുന്നത് മാതിരിയാണിത്. ഈ രക്തം എന്ന് പറയുന്നത്, ആടുമാടുകളുടെ രക്തം എന്ന് പറയുന്നത്, പരിച്ഛേദനയുടെ രക്തം എന്ന് പറയുന്നത്, ഈ ഉടമ്പടിയെ സ്ഥാപിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രക്തം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഈ ഉടമ്പടിയെ സ്ഥാപിക്കുന്നത് ഈ രക്തമല്ല. ഈ രക്തം വെറും ഒരു സിഗ്നേച്ചറാണ്, ഒരു സൈൻ പോസ്റ്റാണ്. വാസ്തവത്തിൽ ഈ രക്തത്തിൻ്റെ അധികാരി, അല്ലെങ്കിൽ ഈ രക്തത്തിന് ഒരു പവർ കൊടുക്കുന്ന ആ അധികാരം വരുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ അവൻ ഒഴുക്കാൻ പോകുന്ന ആ രക്തം, അതിൻ്റെ ഒരു അഡ്വാൻസ് സൈൻ പോസ്റ്റ് മാത്രമാവും. ആ രക്തമാണ് ഇതിന് ലെജിറ്റിമസി തരുന്നത്. ഈ ഉടമ്പടിക്ക് ഒരു ആധികാരികത തരുന്നത് കർത്താവിൻ്റെ മുന്നോട്ട് ചൊരിയാൻ പോകുന്ന രക്തമാണ്. അന്ന് അബ്രഹാമിന് അതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. അതേമാതിരി ദാവീദിനും ഒന്നും മനസ്സിലായില്ല. ദാവീദ് കുലത്തിലൊരു രാജാവ് ജനിക്കും അത്രേ. ആ രാജാവിൽ കൂടെ ആയിരിക്കും ദൈവം ഈ ഇസ്രായേലിനെ മുഴുവനായിട്ടും അനുഗ്രഹിക്കുകയും അന്യജാതികളെ അനുഗ്രഹിക്കുകയും ലോകത്തെ മുഴുവനായിട്ട് അനുഗ്രഹിക്കുകയും പ്രപഞ്ചത്തെ മുഴുവനായി അനുഗ്രഹിക്കുകയും പ്രപഞ്ചത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യരുടെയും ഇസ്രായേലിൻ്റെയും ശാപം മുഴുവനായി മുറിച്ച് മാറ്റി അവിടെ പാപം ക്ഷമിച്ച് അവരുമായൊരു പുതിയ ഉടമ്പടി ചെയ്ത് രക്തത്താൽ അവരെ കഴുകി അവരെ അനുഗ്രഹിച്ച് നിത്യജീവൻ അവർക്ക് കൊടുക്കാൻ പോകും. ആ നിത്യജീവൻ എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. കർത്താവ് യേശുക്രിസ്തു മരിക്കാൻ മാത്രമല്ല ചെയ്തത്, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ ഈ സുവിശേഷ പ്രചരണം വെറുതെയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ആ സുവിശേഷത്തിന് ശക്തിയുള്ളത്. പാപത്തെ, മരണത്തെ, ദ്രവത്വത്തെ, സാത്താനെ, വെറുപ്പിനെ, അതിനെയെല്ലാം കർത്താവ് അതിജീവിച്ചു. സ്നേഹത്താൽ ഇതിനെയൊക്കെ ക്രൂശിൽ ജയിച്ചു. ഇതിൻ്റെ മേൽ ക്രൂഷ്യൽ ജയോത്സവം കൊണ്ടാടിയ ശേഷം ന്യായപ്രമാണത്തിന് തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ കർത്താവ് അനുഭവിച്ചിട്ട് കർത്താവ് പറയാണ്, ഇനി ഈ ന്യായപ്രമാണം ഉപയോഗിച്ചിട്ട് വേറെ ആരെയും ശിക്ഷ വിധിക്കാൻ പറ്റില്ല. അതേ ന്യായപ്രമാണ പ്രകാരം ഇനി അവർ എന്നിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുഖാന്തരം അവർക്ക് പരിശുദ്ധ ആത്മാവിനെ ലഭിക്കും. പരിശുദ്ധ ആത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ പാപങ്ങൾ ഓൾറെഡി ക്ഷമിച്ച് കഴിഞ്ഞു. അവിടെ ഹൃദയങ്ങൾ പരിച്ഛേദന ചെയ്യപ്പെടും. ഞാനിവിടെ പരിച്ഛേദന ചെയ്യപ്പെടുന്നത് പോലെ, എൻ്റെ രക്തം ചൊരിയപ്പെടുന്നത് പോലെ ആ രക്തത്താൽ ഉടമ്പടി പുതുക്കപ്പെടും. അവരുടെ ഹൃദയങ്ങൾ പരിച്ഛേദന ചെയ്യപ്പെടും. അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് സ്നേഹമാകുന്ന ന്യായപ്രമാണം മാംസളമായ ഹൃദയങ്ങളിൽ, കഠിനതയുള്ള ഹൃദയങ്ങളിലല്ല, മാംസളമായ ഹൃദയങ്ങളിൽ. കാരണം പാപം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പിന്നെ ഒന്നും അവകാശപ്പെടാനില്ല. ഞാൻ ഇന്നതാണ് ഞാൻ ഇന്നത് ചെയ്തു ഒന്നും പറയാനില്ല. അവൻ കർത്താവേ ദയ, നിൻ്റെ കരുണ,
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം എന്നല്ലാതെ അവനൊന്നും പറയാനില്ല. അങ്ങനെ പറയുന്നവൻ്റെ ഹൃദയത്തിൽ ദൈവം സ്നേഹമാകുന്ന ആ ന്യായപ്രമാണം അവൻ്റെ വിരൽ കൊണ്ട് എഴുതും. കർത്താവ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിയില്ലേ? തൻ്റെ സ്വന്തം വിരലുകൊണ്ട് കർത്താവ് ആ ന്യായപ്രമാണം എഴുതി മോശയ്ക്ക് കൽപ്പലകമേൽ കൊടുത്തില്ലേ? ഇനി കൽപ്പലകമേലല്ല, ഹൃദയമാകുന്ന മാംസപ്പലകമേൽ കർത്താവ് എഴുതാൻ പോവാണ് കരുണ, ദയ എന്ന് പറയുന്ന. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വിരലുകൊണ്ട്. അതിനു മുമ്പ് ആത്മാവെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ലൂക്കോസിലെ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു നിശ്ചയം എന്ന് കർത്താവ് പറയുകയുണ്ടായി. കർത്താവ് അതിനു മുമ്പ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ അഭിഷേകത്തെ അവർ ചോദ്യം ചെയ്യാണ്. നീ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാലാണോ ദുഷ്ടാത്മാവിനാലാണോ ഇത് ചെയ്യുന്നത് എന്ന് അവർ ചോദ്യം ചെയ്യുന്ന ആ വേളയിലാണ് കർത്താവ് ഇത് പറയുന്നത്. കർത്താവ് പറയാണ്, എനിക്കെതിരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ദൈവം ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ, അഭിഷേകത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല, ശിക്ഷാവിധി വരുമെന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, നരകത്തിൽ പോകും. ഇവിടെ മനസ്സിലാക്കുക, ഞാൻ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട്. ആ ദൈവത്തിൻ്റെ വിരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതിയ വിരലാണ്. ആ ന്യായപ്രമാണം ഹൃദയമാകുന്ന കൽപ്പലകമേൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം അവൻ്റെ കൈകൊണ്ട് എഴുതുകയാണ്. എന്താണ്? ദൈവത്തെ ഏറ്റവും സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഡു മേഴ്സി, മറ്റുള്ളവരോട് കരുണ കാണിക്കണം, ദയ കാണിക്കണം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, സ്നേഹിക്കണം, കരുതണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിപ്പീൻ. നമ്മളെ ഇങ്ങോട്ട് അവർ ഉപദ്രവിച്ചാലും തിരിച്ച് നന്മ ചെയ്യണം, നന്മയാൽ തിന്മയെ ജയിക്കണം. ആ കർത്താവ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് മാത്രം അവിടെ തീർന്നിരുന്നെങ്കിൽ ഈ സുവിശേഷത്തിന് യാതൊരു പ്രസക്തി ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ കർത്താവ് മരിക്കാൻ മാത്രമല്ല ചെയ്തത്, അടക്കപ്പെട്ടു മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അടക്കം പ്രധാനമാണ്. കാരണം അടക്കി എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ബോഡി കിട്ടിയില്ല എന്നതും സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരെല്ലാവരും കൂടെ തെരഞ്ഞിട്ടും കർത്താവിനെ കണ്ടുപിടിക്കാൻ, കർത്താവിൻ്റെ ബോഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് വാസ്തവമായി മരിച്ചു എന്നതും സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വന്ന് പറയും കർത്താവ് വാസ്തവത്തിൽ മരിച്ചില്ല, കർത്താവ് ഇങ്ങനെ പോയി അങ്ങനെ പോയി. ചില ആളുകൾ പറയും കർത്താവിൻ്റെ ബോഡി മോട്ടിച്ച്. ഇതൊന്നുമല്ല സത്യം. കർത്താവിൻ്റെ ബോഡി അവർ തിരയാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലേ? കർത്താവിൻ്റെ ബോഡി കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നെങ്കിൽ അതോടെ ഈ സുവിശേഷത്തിൻ്റെ പ്രസക്തി തീരും. ഇതൊരു സുവിശേഷം അല്ലാതായി തീരും. ഇതൊരു ദുഃഖവിശേഷമായി തീരും. ആ ദിവസത്തെ നമ്മൾ ദുഃഖവെള്ളി എന്ന് വിളിക്കുന്നു മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷാണ് കറക്റ്റായിട്ടുള്ള തർജ്ജമ. അവർ പറയുന്നത് ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. കാരണം എന്താണ്? ആ വെള്ളിയാഴ്ചയാണ് സാത്താനെ ദൈവം വിധിച്ചത്. സാത്താനെ വിധിക്കാൻ വേണ്ടി ആവശ്യമായ ആ നീതി അന്നാണ് നടപ്പായത്. സാത്താനെ വിധിക്കാൻ ആവശ്യമായ മാനദണ്ഡം അന്നാണ് നടപ്പിലായത്. കാരണം അല്ലെങ്കിൽ സാത്താൻ പറയും, മൃഗത്തിൻ്റെ ബലി കൊണ്ടല്ലേ മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നത്. സാത്താൻ അല്ലെങ്കിൽ പറയും, ഡയറക്റ്റായിട്ട് ദൈവത്തിന് ക്ഷമിക്കാമെങ്കിൽ ദൈവമേ എൻ്റെയും കൂടെ പാപം ക്ഷമിച്ചേര്. ഡയറക്റ്റായിട്ട് ദൈവം ക്ഷമിക്കേണ്ടി വരും മനുഷ്യൻ്റെ ക്ഷമിക്കുമ്പോൾ. പിന്നെ മൃഗത്തിൻ്റെ ബലി കൂടെയാണെങ്കിൽ സാത്താൻ പറയും, മൃഗത്തിൻ്റെ ബലി കൂടെയല്ലേ മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നത്, എൻ്റെയും ക്ഷമിച്ചേക്ക്. പക്ഷേ ഇവിടെ മൃഗത്തിൻ്റെയോ അതോ ഡയറക്റ്റായിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ, ഒരു നീതിയില്ലാതെ ക്ഷമിക്കുന്ന പരിപാടിയല്ല ദൈവം ചെയ്യുന്നത്. ആ പാപത്തെ മുഴുവനായിട്ടും ദൈവം നീതിയോടെ ന്യായം വിധിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കാൻ വേണ്ടി. സാത്താൻ പറയാൻ പറ്റില്ല ദൈവം നീതിമാനല്ലെന്ന്. ദൈവം പാപത്തെ ശിക്ഷിച്ചു, പാപത്തെ പൂർണ്ണമായിട്ട് തന്നെ ശിക്ഷിച്ചു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു ഒരു ദൂതനായിട്ടാണ് വന്നിരുന്നതെങ്കിൽ, സ്വർഗദൂതനായിട്ടാണ് വന്നിരുന്നതെങ്കിൽ സാത്താന് പറയാമായിരുന്നു, എൻ്റെയും കൂടെ പാപം ക്ഷമിച്ചേക്കണം, ഞാനും ഒരു ദൂതനാണ്. പക്ഷെ കർത്താവ് ഒരു മനുഷ്യനായിട്ട് വന്നു. കാരണം മനുഷ്യരുടെ പാപമാണ് ദൈവം ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാത്താൻ്റെ അല്ല. സാത്താൻ ഏത് ന്യായപ്രമാണം ഉപയോഗിച്ചാണോ യഹൂദന്മാരെയും ഇയ്യോബിനെ വരെ ഇത്രയും കാലം കുറ്റം വിധിച്ചുകൊണ്ടിരുന്നത്, അതേ ന്യായപ്രമാണം ഉപയോഗിച്ച് കർത്താവ് എല്ലാവരെയും നീതീകരിക്കുകയാണ്. അതേ ന്യായപ്രമാണത്തിന് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ പാപം ചെയ്യാത്തവനായിട്ട്, പാപം ചെയ്തവനായിട്ടല്ല, പാപം ചെയ്തവനായിട്ട് ശിക്ഷ അനുഭവിച്ചാൽ കഴിഞ്ഞു, അതിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഈ ആടുകളെപ്പോലെ മാടുകളെപ്പോലെ അതിൻ്റെ രക്തത്തിന് ബലം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് പാപമില്ല. പാപം ചെയ്യാത്ത ഒരുത്തൻ വേണം മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി ബലിയാവാൻ. അതാണ് ബലിയുടെ
അടിസ്ഥാനം. അത് തന്നെയാണ് ബെയിലിൻ്റെ അടിസ്ഥാനം. ബെയിൽ എന്ന് പറയുന്ന രണ്ട് വാക്കുകളും സിമിലറാണ്, അതിന് അർത്ഥത്തിനും സിമിലാരിറ്റി ഉണ്ട്. നമ്മളൊക്കെ പാപം ചെയ്തിട്ട് ഒരു ജയിലിൽ കിടക്കാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് അവിടെ ബെയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആര് വരണം? നമ്മൾ അതേ പാപം ചെയ്തവൻ അല്ലെങ്കിൽ നമ്മളെപ്പോലെ പാപിയായവൻ വന്നാൽ നമ്മളെ ബെയിലിൽ പുറത്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പാപം ചെയ്യാത്തവൻ വരണം, പുറത്തുനിന്ന് വരണം എന്ന് പറയുന്ന മാതിരി മാനവരാശി മുഴുവനും പാപത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ആദമിലൂടെ തന്നെ പാപവും ശാപവും മരണവും വന്നു കഴിഞ്ഞു. മാനവരാശി മുഴുവൻ ആദം മുതലേ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഈ മാനവരാശി ജയിലിനകത്ത് കിടത്തിട്ട് എത്ര നന്മ ചെയ്താലും ചെയ്തു പോയ പാപത്തിന് പ്രതികാരം എന്താ പറയുന്നത്, അതിന് പശ്ചാത്താപം ആവുകയില്ല. പിന്നെ ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ നന്മകൾ അതിന് ഉപയോഗപ്പെടുകയില്ല. എന്താ കാരണം? ഒരു മർഡർ ചെയ്യുന്നതിന് മുമ്പ് എത്ര നല്ല കർമ്മം ചെയ്താലും, മർഡർ ചെയ്ത ശേഷം എത്ര നല്ല കർമ്മം ചെയ്താലും ആ നല്ല കർമ്മത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തത് മാതിരിയാണ് എല്ലാ പാപികളായ മനുഷ്യരുടെയും അവസ്ഥ. ആ മർഡറിന് അവന് ശിക്ഷാവിധി കിട്ടി, അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് പാപം ചെയ്യാത്തൊരു വ്യക്തി വന്നിട്ട് വേണം അവനെ വിടുവിക്കാൻ. ഇനി അവന് ബെയിൽ മാത്രം കൊടുക്കാനാണെങ്കിൽ പാപം ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തി വന്നിട്ട് അവന് ബെയിൽ കൊടുക്കാം. പക്ഷെ ബെയിൽ മാത്രമല്ല, അവനെ പൂർണ്ണമായിട്ടും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വ്യക്തി അവൻ്റെ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാവണം. അതാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത്. നിങ്ങൾക്കും എനിക്കും പകരമായി പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, നിങ്ങളുടെ കുറ്റം അതുമൂലമുള്ള ശിക്ഷാവിധി അവൻ്റെ മേലെ ഏറ്റെടുക്കണം. പാപങ്ങൾ അവൻ്റെ മേലെ വരുന്നില്ല കേട്ടോ, അവൻ പാപിയായി തീരുന്നില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനം തെറ്റാണ്. അവൻ നിങ്ങളുടെ കുറ്റം, നിങ്ങളാണ് ചെയ്തത്, പക്ഷേ അവൻ നിങ്ങളുടെ കുറ്റം ഏറ്റെടുക്കുകയാണ്. ആ കുറ്റം ഏറ്റെടുത്തിട്ട് നിങ്ങളെ നിർദോഷനായിട്ട് വിടുകയാണ്. എന്ന് മാത്രമല്ല, ആ കുറ്റത്തിന് ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധി നിങ്ങൾക്ക് പകരമായിട്ട് അവൻ അനുഭവിക്കുകയാണ്. ന്യായപ്രമാണത്തിന് ഏതൊരു പാപിക്കും തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ പാപം ചെയ്യാത്ത യേശു ക്രിസ്തു അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. ആ ശിക്ഷ തീർന്നു, മരിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ ദാനമോ നിത്യജീവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം നിത്യജീവൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവത്തിന് വേണമെങ്കിൽ കർത്താവിനെ ഉയർപ്പിക്കാതിരിക്കാം. കാരണം കർത്താവ് മറ്റ് മനുഷ്യരെ പോലെ ആയിപ്പോവും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവം മൂന്നാമത്തെ ദിവസം കർത്താവിനെ ഉയർപ്പിച്ചു. എന്തുകൊണ്ടാണ് ഉയർപ്പിച്ചത്? മറ്റ് മനുഷ്യർ, ആബേലൊക്കെ മരിച്ചു, പക്ഷെ ആബേലിനെ കർത്താവ് ഉയർപ്പിച്ചില്ലല്ലോ. യേശു ക്രിസ്തുവിൽ ജന്മപാപം മുതൽ ഒരു പാപവും ഇല്ലാത്തവനാണ്. യേശു ക്രിസ്തു മറ്റുള്ള പാപം ഏറ്റെടുത്തു എന്നുള്ള ഒരു ഉപദേശം ചില ആളുകൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. പാപം ഏറ്റെടുക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ ശിക്ഷാവിധിയാണ് യേശു ക്രിസ്തു ഏറ്റെടുത്തത്, കുറ്റമാണ് ഏറ്റെടുത്തത്. പാപം കർത്താവ് ചെയ്തിട്ടില്ല. കർത്താവിൽ ഒരു പാപവുമില്ല. അവൻ പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധനായതുകൊണ്ടാണ് ദൈവത്തിന് പീലാത്തോസിൻ്റെയും യഹൂദന്മാരുടെയും ന്യായപ്രമാണ പ്രകാരം, റോമക്കാരുടെ നിയമപ്രകാരമുള്ള ആ ശിക്ഷാവിധിയെ തിരിക്കാനായിട്ട് സാധിച്ചത്. ദൈവം പറയാണ് പീലാത്തോസിൻ്റെ വിധി തെറ്റാണ്. ദൈവം പറയാണ് യഹൂദന്മാരുടെ അവർ ന്യായപ്രമാണത്തെ തെറ്റായ രീതിയിൽ വിനിയോഗിച്ചു, അവരുടെ വിധിയും തെറ്റാണ്. ദൈവം പറയാണ് ഇവനിൽ പാപമില്ല. പാപമില്ലാത്തവൻ ഇങ്ങനെ മരിക്കാൻ പാടില്ല, മരിച്ചു പോകാൻ പാടില്ല. ആദം മരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല, ആദമിൻ്റെ മക്കൾ മരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ജന്മപാപം മുതൽ ഒരു പാപമില്ലാത്ത ഇവൻ ഇതുപോലെ മരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് പാപികൾക്ക് വേണ്ടിയുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം, മരിച്ച ശേഷം മൂന്നാമത്തെ ദിവസം, ആ മരണം ഉറപ്പാക്കാൻ വേണമെങ്കിൽ ഈ 3 ദിവസം, യോന ഒരു മീനിൻ്റെ വയറ്റിൽ കിടന്നു എന്നുള്ള പ്രവചനമുണ്ട്. ആ പ്രവചനം നിവർത്തിക്കാനും കൂടിയാണോ 3 ദിവസം? മൂന്നാമത്തെ ദിവസം കർത്താവിനെ ഉയർപ്പിക്കുകയാണ്. ആ ഉയർപ്പിക്കുന്ന സമയത്ത് ദൈവം എന്താ പറയുന്നത്? പീലാത്തോസിൻ്റെയും യഹൂദന്മാരുടെയും ന്യായവിധി, ഹേരോദാവിൻ്റെയും ന്യായവിധി തെറ്റാണ്. അവർ ന്യായപ്രമാണത്തെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല. ഞാൻ ദൈവം ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കാൻ പോവാണ്. ഇവനിൽ പാപമില്ലാത്തതുകൊണ്ട് ഇവനെ ഞാൻ ഉയർപ്പിക്കുകയാണ്. ശരീരത്തോടെയാണ് ഉയർപ്പിക്കുന്നത്. അങ്ങനെ ശരീരത്തോടെയുള്ള ഉയർപ്പ് അതുകൊണ്ട് ആവശ്യം. അതുകൊണ്ടാണ് ശരീരം അവൻ്റെ കിട്ടാഞ്ഞത്. അവർ ശരീരം തന്നെ നോക്കിയിട്ടും കിട്ടിയില്ല. ഒരു ആത്മാവായിട്ട് ഉയർത്തെഴുന്നേറ്റൊന്നും കാര്യമില്ല. പാപം, ശാപം, ശിക്ഷ, മരണം, ദ്രവത്വം ഇതൊക്കെ ശരീരത്തിലാണ് വരുന്നത്. ഈ ശരീരത്തെ ഉയർപ്പിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ റിവേഴ്സായെന്ന് ദൈവത്തിന് തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കും ഇനി കർത്താവായ യേശു ക്രിസ്തു വരുന്ന സമയത്ത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയത്തുള്ള മാതിരിത്തെ ഉയർപ്പിൻ്റെ ശരീരങ്ങളാണ് ഇനി തരാൻ പോകുന്നത്.
പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും യാതൊരു എഫക്റ്റും ഇല്ലാത്ത ശരീരങ്ങൾ, എന്നേക്കുമായി ജീവിക്കുന്ന ശരീരങ്ങൾ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 500ഓളം പേർക്ക് പല സ്ഥലത്തായിട്ട് പല സമയങ്ങളിലായിട്ട് 40ഓളം ദിവസം എന്ത് ദർശനം കൊടുത്തു. ആ ദർശനം കൊടുത്തപ്പോൾ ഡയറക്റ്റായിട്ട് അവരോട് പറയണം, തൊട്ട് നോക്കിക്കോ, ഞാൻ തന്നെയാണ്, ശരീരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, ഒരു ഭൂതമോ ഫാൻറ്റമോ ഒന്നുമല്ല. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? തെളിയിക്കാൻ വേണ്ടി. ശാരീരികമായിട്ട് തന്നെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഭക്ഷണം വരെ കഴിച്ചു അവരുടെ കൂടെ. ശരീരമുള്ളവനാണെങ്കിലും അവന് തോന്നുമ്പം പ്രത്യക്ഷപ്പെടാം, അപ്രത്യക്ഷപ്പെടാം, ഭിത്തിയിൽ കൂടെ മതിലിൽ കൂടെ സഞ്ചരിക്കാം. അങ്ങനെയുള്ള അവസ്ഥ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് 40ഓളം ദിവസം പഴയ നിയമത്തിലെ തൗറയും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെയും അവൻ ആരാണ്, എന്തിനു വേണ്ടി വന്നു, അവനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ വിവരിച്ചു കൊടുത്തു. ഞാനിപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു, അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഈ 40ഓളം ദിവസം. അപ്പോൾ കർത്താവിൻ്റെ ശവശരീരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ അടയാളമായിട്ട് 500ഓളം പേര് കർത്താവിൽ മുന്നേ വിശ്വസിക്കാത്ത, കർത്താവിനെ എതിർത്ത പരീശന്മാരെ പോലെയുള്ള ആളുകൾ, കർത്താവിൻ്റെ ശത്രുക്കൾ വരെ കർത്താവിനെ കണ്ടു നേരിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉറച്ച ഒരു സത്യമായി മാറി. എന്ന് മാത്രമല്ല, ഈ സത്യത്തിന് വേണ്ടി ആരെങ്കിലും ഒരു കള്ളത്തരത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവും? ഇല്ലല്ലോ. ഈ സത്യത്തിന് വേണ്ടി അപ്പോസ്തലന്മാരെല്ലാം മാർട്ടിടം പ്രാപിക്കാൻ വരെ, രക്തസാക്ഷികളാകാൻ വരെ തയ്യാറായി. എന്ന് മാത്രമല്ല, ഈ സത്യത്തിൽ അവർ വിശ്വസിച്ച് ഈ സത്യം അവർ പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തായി, മരിച്ചുപോയവർ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണ് ഈ സുവിശേഷം മുന്നോട്ട് പോകുന്നത്, ദൈവത്തിൻ്റെ ദയ. അല്ലാതെ ആരും വാളുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ കൊണ്ടോ അവരുടെ എഴുത്തുകൾ കൊണ്ടോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയതല്ല. ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് പോയത്. ഈ പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളുടെ സ്വഭാവം മാറി, ശക്തിയും മാറി, സ്വഭാവം മാറി. അവരുടെ സ്വഭാവം എന്താണ്? ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, ശുശ്രൂഷിക്കുക, സ്നേഹിക്കുക. ഒരാളെ താഴ്മ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ താഴ്ത്തി കെട്ടുക, അവരെ പറ്റി അപവാദങ്ങൾ പരത്തുക, ഇതൊന്നുമല്ല. മറിച്ച് അവരുടെ കാല് കഴുകുക. താഴ്മ ഞങ്ങൾക്കുണ്ട്, ഇതേപോലെ നിങ്ങളും ആവണം. അതാണ് കർത്താവിൻ്റെ മാർഗം. അപ്പോൾ ഈ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്തിനെ സാക്ഷീകരിക്കുന്നു? കർത്താവ് മരണത്തെ, ദ്രവത്വത്തെ ഒക്കെ ജയിച്ചു, സാത്താനെ ജയിച്ചു. മുഴുവനായിട്ടുള്ളൊരു റിവേഴ്സൽ സംഭവിച്ചു കഴിഞ്ഞു എന്നതിനെ അത് പൂർണ്ണമായിട്ടും സ്ഥാപിക്കുക. കർത്താവിൻ്റെ ക്രൂശ് മരണം ആവശ്യമാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്ന ഒരു ഭോഷത്വം നമുക്ക് ദൈവശക്തിയാകുന്നു. കർത്താവിൻ്റെ ഉയർപ്പും ആവശ്യമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നാം പ്രസംഗിക്കുന്ന സുവിശേഷം വ്യർത്ഥമത്രേ. ഇത് രണ്ടും കൂടെ ഇറങ്ങുന്നതാണ് സുവിശേഷം. അതൊരു നല്ല വിശേഷമാണ്. നമ്മുടെ പാപങ്ങൾ, ശാപങ്ങളൊക്കെ കഴിഞ്ഞു, മരണമൊക്കെ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നമുക്കിനി ഒരു പുതിയ ശരീരവും പുതിയ ജീവനും കർത്താവ് മടങ്ങി വരുമ്പോൾ തരും. അതാണ് പുനരുത്ഥാനം. അതാണ് നല്ല വിശേഷം. അതുകൊണ്ടാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു വെള്ളിയാഴ്ചയായി മാറുന്നത്. കർത്താവ് ജയിച്ചു, പിന്നെ ഈസ്റ്റർ അത് നല്ലൊരു തുടക്കമായി മാറുന്നത്. പുതിയ സൃഷ്ടിയുടെ, ഒരു പുതിയ മനുഷ്യത്വത്തിൻ്റെ തുടക്കമാണത്. പുതിയ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് ഇതുവരെ ഉണ്ടായിരുന്ന ആദാമ്യ റേസിൽ നിന്നും വ്യത്യസ്തനാണ്. ഞാൻ പറഞ്ഞില്ല, പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. പരിശുദ്ധനാണ്, പാപമില്ല, കറപ്ഷനില്ല, ദ്രവത്വമില്ല, മരണമില്ല. അങ്ങനെയുള്ളൊരു ശരീരം, അതാണ് പുതിയ മനുഷ്യത്വം. ആ പുതിയ മനുഷ്യത്വം കർത്താവ് ആരംഭിച്ചു. ഇനി കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പാപം ക്ഷമിക്കപ്പെടും, അവരുടെയും ശാപം, മരണം ഇത്യാദിയൊക്കെ മാറും. അവർക്കും ഇതേപോലത്തെ ആ പുതിയ മനുഷ്യത്വം ലഭിക്കും ഭാവിയിൽ. ഇപ്പോൾ അവർ അത് മനസ്സിൽ വിശ്വസിച്ച് ഗ്രഹിക്കുന്നു. പക്ഷെ ഭാവിയിൽ കർത്താവ് മടങ്ങി വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലത്തെ ശരീരങ്ങൾ, പുതിയ മനുഷ്യത്വം, അവർ പുതിയ മനുഷ്യരായിരിക്കും. ഇപ്പോഴേ അവർ പുതിയ മനുഷ്യരാകാൻ തുടങ്ങിയിരിക്കുന്നു, അവരുടെ മനസ്സുകൊണ്ടും അവരുടെ ബുദ്ധി കൊണ്ടും. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ അത് പൂർണ്ണമാവും. ശരീരം കൊണ്ടും അവർ പുതിയ മനുഷ്യരായി തീരും. അതാണ് സുവിശേഷം. അതാണ് ഈ പുതിയ മനുഷ്യത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ കർത്താവ് ഇവിടേക്ക് വന്നിരിക്കുന്നത് താൻ രാജാവാണ്, യഹൂദന്മാരുടെയും എല്ലാവരുടെയും ആ രാജാവാകുന്ന ദൈവമാണ്. ആ ദൈവം ഇവിടേക്ക് വന്നിരിക്കുന്നത് പാപം ക്ഷമിക്കാനാണ്. സാത്താനെ വിധിക്കണം, മനുഷ്യനെ രക്ഷിക്കണം. സാത്താൻ ഇനി എന്തൊക്കെ ക്ലെയിം കൊണ്ടുവന്നാലും അവന് ഇനി രക്ഷയില്ല. അപ്പോൾ സാത്താൻ വിധിക്കപ്പെട്ട ദിവസമാണ് ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ. സാത്താനാണ് വാസ്തവത്തിൽ ഇത് ദുഃഖവെള്ളിയാഴ്ച. കാരണം അവന് ഇനി ഈ ന്യായപ്രമാണം ഉപയോഗിച്ച് ഒരു മനുഷ്യനെയും വിധിക്കാനായിട്ട് സാധിക്കില്ല. നമുക്കിത് നല്ല വെള്ളിയാഴ്ചയാണ്. കാരണം നമുക്ക് ഇനി നമ്മളെ ന്യായപ്രമാണം വെച്ചിട്ട് മനുഷ്യർക്കും സാത്താനും നമ്മളെ വിധിക്കാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ ന്യായപ്രമാണം തന്നെ നമ്മുടെ രക്ഷയ്ക്കായി തീരുകയാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പാപക്ഷമയും എല്ലാ അനുഗ്രഹങ്ങളും നമുക്കിപ്പോൾ കിട്ടുകയാണ് യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായിട്ട്. നമുക്കിനി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും ദൈവത്തിൻ്റെ അകത്തെ സ്ഥലമാകുന്ന അതിവിശുദ്ധ സ്ഥലത്ത്, യഥാർത്ഥ അതിവിശുദ്ധ സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിൽ പോകാം. കാരണം നമ്മുടെ മനസാക്ഷിയെ കഴുകിയിരിക്കുന്നത് ആടുകളുടെയും മാടുകളുടെയും രക്തമല്ല, മനുഷ്യൻ്റെ രക്തമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധ രക്തമാണ്. കർത്താവ് യേശുക്രിസ്തു ദൈവം മനുഷ്യരൂപത്തിൽ വന്നവനാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ് വചനം. അത് ശരീരരൂപത്തിലെടുത്തു. ആ വചനം എന്ന് പറയുന്നത് എന്താണ്? തൗറയാണ്. തൗറ എന്ന് പറയുന്നതാണ് വചനം. ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ആ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം യഹൂദന്മാരുടെ ആലയത്തിൽ വന്നതിനെയാണ് അവർ പാർത്തു എന്ന് പറയുന്ന, ടാബർനാക്കിൾഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ യഹൂദന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു തൗറയും ദൈവത്തിൻ്റെ ആ കൂടാരവും. ഈ തൗറയും കൂടാരവും, ഈ രണ്ട് കാര്യങ്ങളും യേശുക്രിസ്തുവിൽ ഒരുമിച്ച് വരികയാണ്. ദൈവത്തിൻ്റെ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ടാബർനാക്കിൾഡ് അമംഗ് അസ്. ആ തൗറയും ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ ടാബർനാക്കിളും ദൈവത്തിൻ്റെ കൂടാരവും ഒരുമിച്ച്, ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്കീന എന്ന് നമ്മൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ വരികയാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ടോ ആ കർത്താവാകുന്ന ദൈവത്തിൻ്റെ രക്തമാണ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാത്താന് ഇനി ആ രക്തം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ ദൂതനുമല്ല, മൃഗവുമല്ല, വെറും ഒരു മനുഷ്യനുമല്ല, അവൻ ദൈവമാണ് മനുഷ്യരൂപത്തിൽ. അപ്പോൾ സാത്താന് യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല, അവൻ്റെ പാപം ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല അവൻ വിശ്വസിച്ചാലും. പക്ഷേ മനുഷ്യരുടെ പാപം ക്ഷമിക്കപ്പെടും. അതുകൊണ്ട് സാത്താന് ഇതിനെപ്പറ്റിയൊന്നും ജ്ഞാനമില്ലെങ്കിലും അവൻ മനുഷ്യരെല്ലാം ഉപയോഗിച്ച് അവരുടെ മനസ്സിനകത്ത് വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം ഒക്കെ കയറ്റിയിട്ട് അവരെ കൊണ്ട് യേശുക്രിസ്തുവിനെ ഉപദ്രവിപ്പിക്കുകയാണ്. ആ ഉപദ്രവം എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് സ്നാനപ്പെട്ട് വന്നപ്പോൾ തൊട്ടേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാതയിൽ ഈ വ്യക്തികൾ കപടഭക്തി നിറഞ്ഞ, സാത്താനാൽ നിറഞ്ഞ, നല്ല പവിത്രതയുണ്ട് എന്ന് പുറമേ ഉള്ളവർക്ക് തോന്നുന്ന പരീശന്മാർ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയും മെശിയായ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്നവരും ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ വ്യക്തികൾ അവിടെ നിന്നിട്ട് കർത്താവിനെ വിധിക്കുകയാണ്. കർത്താവ് ഇവരുടെ ശിക്ഷാവിധി ഒഴിവാക്കാനാണ് വന്നിരിക്കുന്നത്. കർത്താവിനെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഉടമ്പടി, യഹൂദന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും ഉണ്ടായിരുന്ന ഉടമ്പടി, പഴയ ഉടമ്പടി തകർന്നു പോയില്ലേ? ആ തകർന്നു പോയി ഇതുകൊണ്ടാണല്ലോ ഇവർ ശപിക്കപ്പെട്ടിട്ട് പല സ്ഥലത്തും എക്സൈലിൽ പോയത്. ആ എക്സൈൽ എന്ന് പറയുന്നത് പാപക്ഷമയിലൂടെ മാത്രമേ മാറുള്ളൂ എന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ആ പാപക്ഷമ നൽകി അവർ ചെതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവരെ തിരിച്ച് കൊണ്ടുവന്ന് അവരുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുമെന്ന് പല പ്രാവശ്യം അവർ പറഞ്ഞു. ആ ഉടമ്പടി സ്ഥാപിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ യഹൂദന്മാർ, ആദ്യം യഹൂദൻ, പിന്നെ വിജാതീയൻ, അങ്ങനെ എല്ലാവരുടെയും രാജാവായി ദൈവം ഈ ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അബ്രഹാമിനോട് അന്ന് ആ മാടിനെ മോറിയ മലയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇടപെട്ട അതേ ദൈവം ദാവീദിനോട് ഞാൻ നിന്റെ സന്തതിയിലൂടെ ഈ അനുഗ്രഹത്തിൻ്റെ കാര്യം ചെയ്തെടുക്കും എന്ന് പറഞ്ഞ അതേ ദൈവം ഇപ്പോൾ വന്നിരിക്കുക. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. അവരുടെ ശിക്ഷാവിധി മാറ്റാനും അവരുടെ
ദൈവവുമായിട്ട് തെറ്റിപ്പോയ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാതെ അവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവർ ശിക്ഷ വിധിക്കുക, അവരെ രക്ഷിക്കാൻ വന്നവനെ അവർ കല്ലെറിയാണ്, അവരെ രക്ഷിക്കാൻ വന്നവനെ അവർ പഴി പറയാണ്, അവനെ കൊടുക്കാൻ വേണ്ടി ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ്. നീ പറയുന്നു നീ ദൈവം പോലെയുള്ള മിശിഹ രാജാവാണ്, അതാ നിന്റെ അവകാശവാദം. നീ രാജാവല്ലേ, നീയല്ലേ യഹൂദന്മാരുടെ രാജാവ്, യഥാർത്ഥ രാജാവ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന രാജാവാണ് കൈസർ. ആ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? എങ്ങനെയുണ്ട് ചോദ്യം? എത്ര ആത്മീയ ആഴമുണ്ട് ഈ ചോദ്യത്തിന്. യഹൂദന്മാരൊക്കെ വിശ്വസിക്കുന്ന എന്താണ്? ഞങ്ങൾക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് ദൈവമാണ്. ആ രാജാവിൻ്റെ പ്രതിനിധിയായി ഞങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന മാനുഷിക രാജാക്കന്മാരുണ്ടായിരുന്നു. സങ്കീർത്തനം 2 പ്രകാരമുള്ള ആ രാജാക്കന്മാരാണ് ദാവീദ് ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന രാജാക്കന്മാർ. അതിൽ അവസാനം മിശിഹ എന്ന് പറയുന്ന വലിയൊരു രാജാവ് വരുമോ, ഞങ്ങളെ വിടുവിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന ഈ യഹൂദന്മാർ യെശയ്യാവ് 40 മുതൽ 60 വരെയുള്ള അധ്യായങ്ങളിൽ ആ രാജാവിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എഹെസ്കേലും 34 അധ്യായത്തിൽ ഇടയനാകുന്ന ദാവീദ് ഗൃഹത്തിൽ നിന്ന് വരുന്ന ദാവീദിനെ പോലെയുള്ളൊരു മെശിഹ ആയിട്ട് യഹോവ തന്നെ വരുമെന്ന് പറഞ്ഞ് ആ രാജാവിനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ രാജാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ യഹൂദന്മാർ യേശു ക്രിസ്തു അങ്ങനെയുള്ള രാജാവാണ് എന്ന് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് അവനെ പരീക്ഷിക്കാനായിട്ട്, അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൈവലായിട്ട് ഒരു രാജാവുണ്ട് ഓൾറെഡി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ആ യഹൂദ്യ ദേശത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന. അവൻ്റെ പേരാണ് കൈസർ, റോമിൻ്റെ രാജാവ്. റോമിൻ്റെ രാജാവിനെ കൊണ്ട് ഇവനെ കൊല്ലിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇവൻ റോമിൻ്റെ രാജാവിനെ ചലഞ്ച് ചെയ്യുന്നു, അവർക്കെതിരെ നിൽക്കുന്നു. ഇപ്പം ആരെങ്കിലും എന്നെ മോദിക്ക് പകരമായിട്ട് നിർത്തിയിട്ട് എന്നിട്ട് പറയാണ് ഇവൻ മോദിയേക്കാളും വലിയ ഒരു മനുഷ്യനാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മോദിജിയോടും മോദിയുടെ ആൾക്കാരോടൊക്കെ പരാതി പറഞ്ഞിട്ട് മോദിജിയെയും BJPയെയും ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റിനെ എനിക്കെതിരെ ആക്കിയിട്ട് പറയാണ്, ഇവൻ പറയുന്നു ഇവൻ വലിയ രാജാവാണെന്ന്. പക്ഷേ വാസ്തവത്തിൽ ഞങ്ങളുടെ രാജാവ് ആരാണ്? മോദിജിയാണ്. ക്രിസ്ത്യാനികളാണ് അത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? മനസ്സിലാവുന്നുണ്ടോ? ഇവൻ ഞങ്ങളുടെ രാജാവാണെന്ന് പറയുന്നു, ഇവൻ ഇവിടെ ഒരു ക്രിസ്തീയ രാജ്യം സ്ഥാപിക്കുമെന്ന് പറയുന്നു, ഇവൻ ഇവിടുത്തെ രാജാവാകുമെന്ന് പറയുന്നു. പക്ഷെ വാസ്തവത്തിൽ ഇവൻ ഞങ്ങളുടെ രാജാവല്ല. ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്, അത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾ പറഞ്ഞേക്കിരിക്കും എന്ന് പറയുന്നത് മാതിരിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. കർത്താവ് വാസ്തവത്തിൽ വന്നിരിക്കുന്നത് വെറുപ്പിനെ മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെ ഒരു രാജ്യം സ്ഥാപിക്കാനാണ്. അവൻ ഈ കൈസറുമായിട്ട് ബന്ധമൊന്നുമില്ല. കൈസറിനെ നശിപ്പിക്കാനോ കൈസറിനെ മാറ്റാനോ ആണ് കർത്താവ് വന്നിരുന്നെങ്കിൽ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പിന്നെ കൈസറിൻ്റെ രാജ്യം ഉണ്ടാവില്ലേനു. കർത്താവിന് കഴിയാത്ത കാര്യമാണോ അത്? കർത്താവ് വന്നിരിക്കുന്നത് വേറൊരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്, ഒരു ദൈവരാജ്യം, ഒരു ആത്മീയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മുന്നോട്ട് കർത്താവ് മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ ന്യായവിധി നടക്കും. എല്ലാ മനുഷ്യരെയും അവരുടെ കർമ്മങ്ങൾ പ്രകാരം ദയയുള്ളവരെ ഒരു സൈഡിലും ദയയില്ലാത്തവരെ മറ്റൊരു സൈഡിലും നിർത്തിയിട്ട് ആടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ച് ദൈവം ന്യായവിധി നടത്തും. ആ ന്യായവിധിക്ക് ശേഷം ദയയില്ലാത്തവരെയൊക്കെ നരകത്തിലേക്ക് തള്ളിയിടും. ദയയുള്ളവരെയൊക്കെ പുനരുദ്ധാനം നൽകി ദയയുള്ള കർത്താവ് നിൻ്റെ പാപം ക്ഷമിച്ചു എന്ന് വിശ്വസിച്ചിട്ട് മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ആളുകളുടെ കാര്യമായി പറയുന്ന ദയയുള്ളവർ എന്ന് പറയുമ്പോൾ ആ ദയ ലഭിച്ചവരെയും ദയ കൊടുക്കുന്നവരെയും കർത്താവ് മാറ്റി നിർത്തിയിട്ട് അവരോടുകൂടെ ഒരു പുതിയ രാജ്യം പണിയും, ഒരു പുതിയ മനുഷ്യത്വമായിരിക്കും അന്ന്. അവിടെ മൃഗങ്ങൾ തമ്മിൽ ഉപദ്രവിക്കില്ല, അവിടെ നോൺ വെജ് കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നോൺ വെജിനെ എതിർക്കുന്നതുകൊണ്ടൊന്നുമല്ല, മരണം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മൃഗം മരിക്കാതെ അവൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ മൃഗങ്ങൾ തമ്മിൽ തന്നെ സമാധാനത്തിലായിരിക്കും. ഒരു മൃഗവും ഭക്ഷണത്തിന് വേണ്ടി വേറൊരു മൃഗത്തെ കൊല്ലൂല. അങ്ങനെയുള്ള ഒരു രാജ്യം, അഹിംസയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാജ്യം, ആ രാജ്യത്തിൻ്റെ അധികാരിയായി രാജാവായി കർത്താവ് വരും. അത് അവസാനം സംഭവിക്കുന്ന കാര്യം. അത് എന്ന് സംഭവിക്കും നമുക്കറിയില്ല. ഇവിടുത്തെ ഗവൺമെൻറ് മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് വന്നതെന്നാണ് ചില ആൾക്കാരുടെ വിചാരം. അതിനൊന്നുമല്ല കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് കൈസറിനോട് ഫൈറ്റ് ചെയ്യാനോ കൈസറിനെ മാറ്റാനോ വന്ന ആളല്ല. കൈസർക്ക് പകരക്കാരനായി നിൽക്കാൻ വന്ന ആളുമല്ല. കർത്താവ് സാത്താൻ്റെ ആ രാജ്യം, വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്ത് നശിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ അതിന് ശിക്ഷ വിധിച്ച് ഉയർത്തെഴുന്നേറ്റ് മാനവരാശിയെ തന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി, ഒരു പുതിയ മാനവ രാജ്യം ആക്കി മാറ്റി
ഒരു പുതിയ മനുഷ്യത്വത്തെ ആരംഭിക്കാനാണ് വന്നിരിക്കുന്നത്. കേവലം ഒരു ഇസ്രായേലിൻ്റെ രാജാവാകാനോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു രാജാവാകാനോ എല്ലാവരെയും ഭരിക്കുന്ന രാജാവാകാനോ അല്ല വന്നിരിക്കുന്നത്. മനുഷ്യത്വത്തെ തന്നെ പുതുക്കിയിട്ട് ഒരു പുതിയ മനുഷ്യത്വമാക്കിയിട്ട് ദൈവത്തെ എല്ലാവരും വിളിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കാനും എല്ലാവരും തമ്മിൽ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കാനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് വളരെ ആഴമേറിയ കാര്യമാണ്. അത് ചെറിയ എന്തെങ്കിലും ഒരു തുക്കട ബിസിനസ്സിന് വേണ്ടിയോ ഇവിടെ വലിയൊരു പ്രസിഡൻറ്റിനെ മാറ്റാനോ അല്ലെങ്കിൽ ഒരു രാജാവിനെ മാറ്റാനോ അതൊക്കെ പ്രവാചകന്മാർ പലരും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും അല്ല കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് വന്നിരിക്കുന്നത് വളരെ ആഴമേറിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യത്വത്തെ സാത്താനാകുന്ന രാജാവിൻ്റെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവമാകുന്ന രാജാവിൻ്റെ പ്രകാശത്തിൻ്റെ രാജ്യത്തിൽ ജനിപ്പിച്ചിട്ട് പുതിയ സൃഷ്ടികളാക്കി ദൈവത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന വ്യക്തികളാക്കിയിട്ട് രൂപാന്തരപ്പെടുത്തി ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിൽ അവനോട് കൂടെ വാഴത്തക്ക രീതിയിൽ ആക്കി തീർക്കാനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ഈ പരീശന്മാരുടെ വിചാരം എന്താണ്? ഇപ്പോൾ കർത്താവ് വന്നിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിയെ മാറ്റാൻ എന്ന് പറഞ്ഞ മാതിരി കൈസറിനെ മാറ്റാനാണ് എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അവർ കർത്താവിനെ കൊടുക്കാൻ വേണ്ടി കർത്താവിനോട് പറയാണ്, ഈ കൈസർക്ക് നീയല്ല രാജാവ്, നീയല്ല യഥാർത്ഥ രാജാവ്. അപ്പം നമ്മൾ കൈസർക്ക് ഇനിയും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് റിബേൽ ചെയ്യാം കൈസർക്കെതിരെ. കൈസറിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സ്റ്റേറ്റുകളും യഹൂദിയ അടക്കമുള്ളവർ ടാക്സ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇനി ടാക്സ് കൊടുക്കണ്ട എന്നാണ് അവർ പറയുന്നത്. കർത്താവിന് അവരുടെ ചോദ്യത്തിൻ്റെ ആഴവും അവരുടെ കപടഭക്തിയും ഇവർ ഇനി ഈ കൈസറിൻ്റെ ആളുകളെ ഉപയോഗിച്ച് കർത്താവിനെ കൊല്ലിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളതും കൊല്ലിക്കുമെന്നുള്ളതും ഫുള്ളായിട്ട് മുഴുവനായിട്ട് മറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള വിഷമം എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ആ കർത്താവ് ഇവരോട് പറയാണ്, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കൈസർക്ക്, അതെന്താണ്? കരം. ആ കരം എന്ന് പറയുന്നത് എന്താണ്? കൈയല്ല കേട്ടോ. കരം എന്ന് പറഞ്ഞാൽ ടാക്സ്. ആ ടാക്സ് കൊടുക്കുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? പൈസ, രൂപ എന്ന് നമ്മൾ വിളിക്കുന്ന, അവർക്ക് ഡ്രാക്മ എന്നവർ വിളിക്കുന്ന പണം എന്ന രൂപത്തിലല്ലേ നിങ്ങൾ കരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നല്ല പ്രവൃത്തികൾ എന്നുള്ള രൂപത്തിലല്ലല്ലോ, സ്നേഹം എന്നുള്ള രൂപത്തിലല്ലല്ലോ. സ്നേഹത്തിന് വേണ്ടി മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് കടപ്പെടാൻ പാടുള്ളൂ എന്നാണ് പൗലോസ് പറഞ്ഞത്. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാണ്ടോ ഒക്കെ കൊടുത്തിട്ട് പോയാൽ മതി ഇവിടുന്ന്. പൈസ രൂപത്തിലാണെങ്കിലും പ്രോപ്പർട്ടി രൂപത്തിലാണെങ്കിലും ശുശ്രൂഷ എന്നുള്ള രൂപത്തിലാണെങ്കിലും സ്നേഹത്തിനല്ലാതെ വേറെ ഒരു കാര്യത്തിനും നമ്മൾ കടംപെടാൻ പാടില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പൗലോസിലൂടെ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ആരും അക്യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ജീവിക്കണമെന്നാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പിന്നീട് പറയാൻ പോകുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് പറയാണ്, കർത്താവ് ഓൾറെഡി കർത്താവിൻ്റെ കരവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്. കർത്താവ് ടെമ്പിളുടെ ഓണറാണ്. വാസ്തവത്തിൽ ആ യഹൂദന്മാരുടെ ആലയത്തിലെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് അതിൻ്റെ ദൈവമാണ്, അതിൻ്റെ രാജാവാണ്, അതാണ് കർത്താവ്. അവിടെ വരെ കർത്താവ് ടാക്സ് കൊടുക്കുന്നുണ്ട്. ദശാംശം മേടിക്കുന്ന പാസ്റ്റർ ദശാംശം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ട് സംഭവം. തൻ്റെ ചർച്ചിലേക്ക് തന്നെ ഒരു പാസ്റ്റർ ദശാംശം കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിങ്ങളും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് കർത്താവ് ചെയ്തത്. കർത്താവ് അതിൻ്റെ ബോസായിരിക്കെ ടെമ്പിളുടെ ടാക്സ് കൊടുക്കാനായിട്ട് മടിച്ചില്ല. അത് തൻ്റേത് മാത്രമല്ല, തൻ്റെ ശിഷ്യനായ പത്രോസ് ഇപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയിലാണ്. അവൻ്റെയും ടാക്സ് കർത്താവ് അവനെ കൊണ്ട് ജോലി എടുപ്പിച്ച് ഒരു മീനിൻ്റെ വായിൽ നിന്ന് വന്ന നാണയം കൊണ്ട് കൊടുപ്പിച്ചു. അവനിങ്ങനെ തോന്നാൻ പാടില്ലല്ലോ നമ്മളിങ്ങനെ ഭിക്ഷ അയച്ച് ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ആർക്കും കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ഇവിടെ കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, എടോ ടെമ്പിളിൻ്റെ ടാക്സ് വരെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളോടാണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ യഹൂദന്മാർ, ഈ പരീശന്മാർ, ഇവരൊക്കെയാണ് ഈ ആലയത്തിൻ്റെ വലിയ അധികാരികൾ. അതിനു വേണ്ടിയൊക്കെ വാദിക്കുന്ന ആളുകൾ. ആലയത്തിൻ്റെ ആളുകളോട് ഈ പരീശന്മാർക്ക് വലിയ താല്പര്യമില്ല. കാരണം അവർ സദൂക്യരാണ്. സദൂക്യരെന്ന് പറഞ്ഞാൽ അവർ വാസ്തവമായിട്ടും പൂർണ്ണമായിട്ടും തൗറയെ അനുസരിക്കുന്നില്ല. പുനരുത്ഥാനം എന്ന് പറയുന്നത് അവസാനത്തെ പുനരുത്ഥാനത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർ ഈ ഭൗതിക നിലവാരത്തിൽ മാത്രം വിശ്വസിക്കുന്നു. ഭൗതിക നിലവാരത്തിൽ അവരുടെ തൗറയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ പ്രകാരം അതിൻ്റെ ശരിയ എന്നൊക്കെ നമ്മുടെ മുസ്ലിങ്ങൾ വിളിക്കുന്ന അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ഭരിക്കുന്നു. അവർ ദൈവം തിരഞ്ഞെടുക്കാത്ത, താൻ മെഷിയ ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹേരോദേസ് എന്ന് പറയുന്ന, ഹേരോദാവ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ രാജ്യത്വത്തിൻ്റെ ക്ലെയിമിനെ അംഗീകരിക്കുന്നു.
അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന സദൂക്യരുമായിട്ട് പരീശന്മാരൊക്കെ തെറ്റിയിരിക്കുകയാണ്. അവർക്ക് ഈ ടെമ്പിളുടെ അധികാരികളായിരിക്കുന്ന സദൂക്യരുമായിട്ട് നല്ല ചർച്ചയില്ല. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ വേർപെട്ടവരാണെന്ന് പറഞ്ഞൊരു പുതിയ സഖ്യം തന്നെ, ഒരു സംഘം തന്നെ അവരുടെ സിനഗോഗുകളുടെ ബേസിസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം വലിയ നമ്മുടെ കാത്തലിക് പള്ളി ഇതുമൊക്കെ കോംപ്രമൈസ് ചെയ്തു പോയി. അതുകൊണ്ട് നമ്മൾ ഇനി പെന്തിക്കോസ്തുകാരെല്ലാവരും കൂടെ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു പള്ളികൾ ഉണ്ടാക്കിയിട്ട് കോംപ്രമൈസ് ഇല്ലാത്ത ദൈവത്തിന് വേണ്ടി മാത്രം വേർപെട്ടവരായിട്ട് നമ്മൾ ജീവിക്കാൻ പോവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനോട് ഉപമിക്കാം. അതേമാതിരി മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. കാലിഫേറ്റ് മുഴുവൻ കോംപ്രമൈസ് ആയിപ്പോയി. ഈ പറഞ്ഞ രാജാക്കന്മാരൊക്കെ നമ്മുടെ അമേരിക്കയോടും ഇവരോടും വെസ്റ്റിനോടും ഒക്കെ കോംപ്രമൈസ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു പള്ളികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഖുർആൻ അനുസരിക്കാൻ പോവുക, ബാക്കിയുള്ളവരെ പോലെയല്ല. അതാണ് പിന്നെ അവസാനം തീവ്രവാദമായി മാറുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സദൂക്യരെന്ന് പറയുന്ന വ്യക്തികൾ ശരിയായ രീതിയിലല്ല അവരുടെ ആലയം നടത്തുന്നത്. അതുകൊണ്ട് മെഷിയ വരുമ്പോൾ സദൂക്യരെ ആദ്യം എടുത്ത് മാറ്റും, അവരെ ആദ്യം തൂക്കി എറിയും, എന്നിട്ട് അവിടെ ആലയത്തെ അവൻ ശുദ്ധീകരിക്കും. അപ്പം യേശു ക്രിസ്തു അങ്ങനെയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഈ സദൂക്യരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് യേശുവിന് ചില മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവൻ ശരിക്കും ദൈവത്തിൽ നിന്ന് വന്നവനാണെങ്കിൽ കൈസറിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മുട്ടിച്ചാലും അവൻ ജയിക്കൂ, ഇല്ലേ? സദൂക്യരോട് മാത്രമല്ലല്ലോ, ഹേരോദീസിനോട് മാത്രമല്ലല്ലോ, ദൈവത്തിൻ്റെ മെഷിയ ആണെങ്കിൽ, ദൈവം പോലുള്ള വ്യക്തിയാണെങ്കിൽ, ദൈവം അയച്ചവനാണെങ്കിൽ അവൻ ഇവരോട് എല്ലാവരോടും മുട്ടി ജയിക്കണം. ഹേരോദീസിനോട് മാത്രമല്ല, സദൂക്യരോട് മാത്രമല്ല, കൈസറിൻ്റെ പ്രതിനിധിയോട് മുട്ടിച്ചാലും അവൻ ജയിക്കണം. അപ്പോൾ ഇവർ പരീശന്മാർ നേരെ പോകുന്നത് കൈസറിൻ്റെ അടുക്കലേക്ക്. കൈസറുമായിട്ട് വേണം നമുക്ക് കർത്താവിനെ മുട്ടിക്കാൻ. അല്ലാതെ ഈ പറയുന്ന സദൂക്യരോടോ ഹെരോദീസിനോടോ ഒന്നും മുട്ടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവരൊക്കെ ഇവരുടെ തന്നെ അധികാരികളാണ്, യഹൂദന്മാരുടെ ഇടയിലുള്ള അധികാരികളാണ്. യഹൂദന്മാരെ അന്യജാതികളുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്. ആ പ്രവചനം ഏറ്റെടുത്തിട്ട് ആ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മുടെ പരീശന്മാർ. പുരോഹിതന്മാരെന്ന് പറയുന്ന സദൂക്യർ ഇവിടെയുള്ള രാജാക്കന്മാരായിരിക്കുന്ന റോമക്കാരോടും ഹെരോദേസിനോടും കോംപ്രമൈസ് ആയിപ്പോയി. അവർക്ക് ഈ റോമക്കാരെ മാറ്റണം എന്നില്ല. അവരുടെ അധികാരം അവിടെ നടന്നു പോയാൽ മതി, അവരുടെ ശുശ്രൂഷകൾ നടന്നു പോയാൽ മതി. അവർ കോംപ്രമൈസ്ഡാണ്. കോംപ്രമൈസ് ക്രിസ്ത്യൻസ് നമ്മൾ പറയില്ലേ, അവർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ചില ക്രിസ്ത്യൻസ് ഇനി മോദിജിയായിട്ട് സഖ്യം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പറയും കോംപ്രമൈസ്ഡ് ആയിപ്പോയി. അവർ കോംപ്രമൈസ് ഒന്നുമല്ല, പക്ഷേ കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റാത്ത പല ആളുകളും അങ്ങനെ പറയും. അപ്പോൾ ഈ പറയുന്ന സദൂക്യർ അവരുടെ ആ ആലയം കറക്റ്റായിട്ട് നടത്തിച്ചു കൊണ്ടുപോകണം, യഹൂദന്മാരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ റോമക്കാരുമായിട്ട് സഖ്യത്തിനും തയ്യാറായി. റോമക്കാർ അവരുടെ ഭരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മെഷിയ വരുമ്പോൾ റോമക്കാരെയും മറ്റ് ജാതികളെയും ഒക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് ഇസ്രായേൽ മുഴുവനായിട്ട് സ്വതന്ത്രമാക്കണം. ഇസ്രായേലിൻ്റെ ഒരു രാജ്യം വരണം. ആ രാജ്യം ലോകത്തെ ഭരിക്കണം, കൈസറിനെയും തോപ്പിക്കണം. അതിനുള്ള ശക്തി നമ്മുടെ യേശു ക്രിസ്തുവിനുണ്ടോ എന്ന് അളക്കാൻ വേണ്ടിയാണ് ഇവർ ചോദിക്കുന്നത്. കൈസർക്ക് നമ്മൾ കരം കൊടുക്കുന്നത് വിധം. ആ ഒരൊറ്റ ചെറിയ ലൈനിൽ എത്ര കാര്യങ്ങളുണ്ട്. കൈസറിനോടാണ് മുട്ടിക്കുന്നത്, ഹെരോദേസിനോടോ അവിടുത്തെ ആലയത്തിലെ പുരോഹിതന്മാരോടോ സദൂക്യരോടോ അധികാരികളോടോ അല്ല മുട്ടിക്കുന്നത്. നേരെ മുട്ടിക്കുന്നത് റോമിൻ്റെ അധികാരിയോടാണ്. കാരണം മെഷിയ വരുമ്പോൾ ഒരു വാഗ്ദത്തം, ഒരു പ്രവചനം എന്ന് പറയുന്നത് യഥാർത്ഥ മെഷിയാണ് അവനെങ്കിൽ അവൻ ഇസ്രായേലിനെ എല്ലാ അടിമത്തത്തിൽ നിന്നും വിടുവിക്കും, റോമക്കാരുടെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കും. റോമക്കാരെ പറ്റി അന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും. അവർ പിന്നീട് റോമക്കാരെയും ബാബിലോണെ പോലെയാണ് കാണാൻ തുടങ്ങിയത്. ബാബിലോൺ എന്ന് പറയുന്നത് റോമിൻ്റെ ഒരു കോഡ് നെയിമായിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ മറ്റ് ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്ന മറ്റ് ജാതികളുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നവനായിരിക്കും മെസ്സിയ എന്നുള്ളത് ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയാണ്. എല്ലാവർക്കും അറിയാം, ദൈവവചന പ്രകാരം. സദൂക്യർക്കും അറിയാം. പക്ഷേ അവർ ഇപ്പോൾ അന്യജാതിക്കാരുമായിട്ട് കോംപ്രമൈസിലാണ്. ചുങ്കക്കാരും പാപികളും ഉണ്ട്, അവർക്കും അറിയാം. പക്ഷെ അവരും ഇപ്പോൾ റോമക്കാരുമായിട്ട് കോംപ്രമൈസിലാണ്. അവർക്ക് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളാണ് കറക്റ്റ്, ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് പരീശന്മാർ, ഞങ്ങൾ ഇവരിൽ നിന്നെല്ലാം വേർപെട്ടവരാണ്. അങ്ങനെ വേർപെട്ട് ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ സദൂക്യരുമല്ല, ചുങ്കക്കാരുമല്ല. ഞങ്ങൾ കോംപ്രമൈസ്ഡ് അല്ല. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളായതുകൊണ്ട് ഞങ്ങൾക്കിനി അറിയേണ്ടത് വാസ്തവത്തിൽ ഈ യേശുക്രിസ്തു മെസ്സിയ ആണെങ്കിൽ അവന് റോമക്കാരെ തോൽപ്പിക്കാനുള്ള ഫയർ പവർ ഉണ്ടോ എന്നാണ്.
പക്ഷെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ കറക്റ്റാണ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കും, രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ നന്മയുടെയും കരുണയുടെയും ഒക്കെ അടയാളങ്ങളാണ് ചെയ്യുന്നത്. ആരെയും കൊല്ലുകയും ഉപദ്രവിക്കുകയും ആരെയും എടുത്ത് മാറ്റുകയും ചെയ്യുന്ന അധികം അടയാളമൊന്നും കർത്താവ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇനി അറിയേണ്ടത് ഇത് ഈ പറഞ്ഞ ചെറിയ ആൾക്കാർ ഉയർപ്പിക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും കൊണ്ടൊന്നും കൈസറിനെ നേരിടാൻ പറ്റൂല. മോശയെ ഫറവോനെ നേരിട്ടതുപോലെ അവർ ഈ കർത്താവിനെ മോശയെ പോലെയാണ് കാണുന്നത്. മോശ എങ്ങനെയാണോ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും അന്യജാതികളിൽ നിന്ന് വിടുവിച്ചത്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത്, അതേമാതിരി ഒരു മശിയ വരും. മോശയെ പോലുള്ള പ്രവാചകനാണ് കർത്താവ്. അപ്പോൾ അതേമാതിരിയുള്ള ആളാണെങ്കിൽ ഇവന് കൈസറിനോട് മുട്ടി ജയിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇനി നമ്മൾ കൈസർക്ക് എന്ത് കൊടുക്കുന്നില്ല, ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോൾ കൈസർ നമുക്ക് എതിരാവും. കൈസർ വന്ന് നമ്മളോട് ഫൈറ്റ് ചെയ്യും. കൈസർ നമ്മളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ള കഴിവ് മിസ്റ്റർ മിശിഹ ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കർത്താവ് അവരുടെ ഹൃദയം മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞു. കർത്താവ് വന്നിരിക്കുന്നത് കൈസറിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ പിടിക്കാനല്ല, പിശാചിൻ്റെ, ഈ കൈസറിൻ്റെയും പുറകിൽ വ്യാപരിക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ദുഷ്ടതയുടെ ശക്തിയാകുന്ന പിശാചിൻ്റെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദ്രവത്വത്തിൻ്റെയും, അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ റോമിൻ്റെ അധികാരിയായിരിക്കുന്ന അവരുടെ ശതാധിപനും കുറച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കും. ആ വലിയ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. മരണത്തിൻ്റെ അടിമത്വം, മാനവരാശിയെ മുഴുവനും മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വന്നിരിക്കുന്ന കക്ഷിയോട്, അങ്ങനെ ഒരു മാനവരാശിയെ തന്നെ ഒരു പുതിയ മനുഷ്യത്വമാക്കാൻ വന്നിരിക്കുന്ന ഒരു കക്ഷിയോട് ചോദിക്കുകയാണ്, അല്ല നമ്മുടെ ഈ തുക്കട റോമൻ പ്രഭു ഉണ്ടല്ലോ, രാജാവ് കൈസർ, അവനെ തോപ്പിക്കുമല്ലോ നീ, അപ്പോൾ അവന് ഇനി നമ്മൾ കൊടുക്കണോ? അവന് കടമല്ല, കരം കൊടുക്കണോ? അവന് അർഹിക്കപ്പെട്ട കരാണ്, അവനിപ്പോൾ അധികാരിയാണ്, അപ്പോൾ അവന് ടാക്സ് കൊടുക്കണം. ഇപ്പം നമ്മളിവിടെ ആണെങ്കിൽ നമ്മുടെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഗവൺമെൻറ് ആയിരിക്കും. ആ ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിന് വേണ്ടി നമ്മളെല്ലാവരും എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഏതായാലും പിണറായി ഇനി മാറാൻ പോകില്ല, അപ്പം ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണോ വേണ്ടിയോ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? പിണറായി മാറിയാലും അടുത്തൊരാൾ വരും ഇല്ലേ? ആ ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. അയാൾക്കല്ല നമ്മൾ കൊടുക്കുന്നത്, ഗവൺമെൻറ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് നമ്മളെ നാടിൻ്റെ കാര്യങ്ങളൊക്കെ നന്നാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ എന്ന് പറയുന്ന മാതിരി ഇവൻ ഇനി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരൂലാലോ, കാരണം ഇനി വരാൻ പോകുന്നത് നീയല്ലേ. അന്നത്തെ കാലത്ത് അടിമകൾ മാത്രമേ കരം കൊടുക്കേണ്ട കാര്യമുള്ളൂ, സിറ്റിസൺസ് കരം കൊടുക്കേണ്ട കാര്യമില്ല. ഇന്നാണ് സിറ്റിസൺസും കരം കൊടുക്കുന്നത്. അപ്പോൾ റോമിലെ അധികാരികളായിരിക്കുന്ന ആളുകൾ, റോമിലെ ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം റോമക്കാർക്ക്, പൗലോസ് അടക്കമുള്ള, പൗലോസ് റോമൻ പൗരനാണ്, ഓർക്കണം, അവർക്ക് കരം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ടാക്സ് കൊടുക്കില്ല. ടാക്സ് കൊടുക്കേണ്ടത് അടിമയായ യഹൂദന്മാർ മാത്രമാണ്. അപ്പോൾ യഹൂദിയയിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അവരിൽ നിന്ന് ആ ടാക്സ് പിരിച്ചിട്ട് റോമിന് കൊടുക്കുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ചുങ്കക്കാർ ചെയ്യുന്നത്. അപ്പോൾ റോമൻ പൗരന്മാരെ പോലെ നമ്മളാവുമല്ലോ. റോമൻ പൗരന്മാർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചില അറബ് ദേശങ്ങളിലൊന്നും അവരുടെ പൗരന്മാർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് മാതിരി ഇവർ മിശിഹായുടെ രാജ്യം വരുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തു കൈസറിനെ തോപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു രാജ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ കർത്താവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? ഇവന് വലിയ ശക്തിയൊന്നുമില്ല. ഇവൻ്റെ കൂടെയുള്ള കുറേ മുക്കോന്മാരുണ്ട്, അവർക്കും വലിയ ശക്തിയൊന്നുമില്ല. ഈ റോമിൻ്റെ അധികാരി പീലാത്തോസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ തൊപ്പിയിടും, ഇവർ തോക്കും. അവർ വന്നിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് തീരും എന്നതാണ് ഇവരുടെ യാഥാർത്ഥ്യം. അപ്പോൾ ആ കപടഭക്തിയുള്ള യാഥാർത്ഥ്യം അകത്ത് ഒളിപ്പിച്ചിട്ട് ഇവർ ഒലിപ്പിക്കുകയാണ് കർത്താവിനെ. നീ നല്ല ഗുരുവാണ്, നല്ല ഗുരു, നമ്മൾ കരം കൊടുക്കണോ? ഇനി നമ്മളെ ഗവൺമെൻറ്റല്ലേ വരാൻ പോകുന്നത്, നമ്മളെന്തിനാണ് കരം കൊടുക്കുന്നത്? കർത്താവ് അവരോട് പറഞ്ഞു ഒരു നാണയം കാണിക്കാൻ. അതാണ് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ, ആ നാണയം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഭരിക്കുന്ന ആരാണോ അവരുടെ നാണയമായിരിക്കും. ഇന്ന് ഭാരതമാണ് ഇവിടെ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് അല്ല. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ നാണയമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഉള്ളത് പൗണ്ടല്ല, റുപ്പിയാണ്. ബ്രിട്ടീഷിൻ്റെ നാണയമല്ല ഇവിടെ ഓടുന്നത്. ഇവിടെ ഭാരതത്തിൻ്റെ റുപ്പിയ എന്ന് പറയുന്ന നാണയമാണ് ഇവിടെ ഓടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഇടയിൽ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നാണയം എന്ന് പറയുന്നത്
അവിടെ യഹൂദന്മാരുടെ രാജാവിൻ്റെ നാണയമല്ല. പിന്നെ ആരുടെ നാണയം ഓടുന്നത്? അവരുടെ പള്ളിയിൽ അവർ ഉപയോഗിക്കുന്ന ചില നാണയങ്ങളുണ്ട്. ആ നാണയങ്ങളും അല്ല അവിടെ ഓടുന്നത് റോമൻ രാജാവിൻ്റെ പതിപ്പുള്ള, അവൻ്റെ സീലുള്ള നാണയമാണ്. കർത്താവ് പറഞ്ഞു, വാസ്തവത്തിൽ ആരാണോ ഇപ്പോൾ അധികാരത്തിരിക്കുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. കർത്താവ് അവരോട് ഒരു നാണയം ചോദിച്ചു. എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, ഈ നാണയത്തിന് മുകളിൽ ആരുടെ ചിത്രമാണ്? എന്തോ പറഞ്ഞു, അത് കൈസറിൻ്റെ ചിത്രമാണ്. കർത്താവ് ബുദ്ധി ഉപയോഗിച്ചാണ് ഈ കാര്യം ടാക്കിൾ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ബുദ്ധി മാത്രമല്ല കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രവചനം കൂടിയാണ്. ആരുടെ പതിപ്പാണ്, സ്റ്റാമ്പാണ് നിങ്ങൾക്ക് ഈ നാണയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്? കൈസറുടെ. അപ്പം നിങ്ങൾ കൈസറുടെ അടിമത്വം ഓൾറെഡി സ്വീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ആ നാണയം നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കൈസറിൻ്റെ അടിമത്വം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ കൈസറിനെ മാത്രമല്ല, കൈസറിൻ്റെ നാണയത്തെയും നിങ്ങൾ ഒഴിവാക്കിയാണ്. നിങ്ങൾ ദ്രവ്യാഗ്രഹത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കൈസറിൻ്റെ നാണയത്തിന് കീഴ്പ്പെട്ടിരിക്കുക. കൈസർ നിങ്ങൾ ഓൾറെഡി വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കാനുള്ള ബലം നിങ്ങൾക്കുണ്ടോ മക്കളെ? ഞങ്ങൾക്ക് ഈ കൈസറിൻ്റെ നാണയം വേണ്ട. നമ്മളെ ദണ്ഡി മാർച്ച് നടത്തിയ ഗാന്ധിജി പറഞ്ഞ കാര്യം, നമുക്കിനി പുറത്തുനിന്ന് വരുന്ന സ്വദേശത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ഉപ്പു, പുറത്തുനിന്ന് വരുന്ന തുണിയൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല. ഞങ്ങൾ തന്നെ തുണി നെയ്യും, ഞങ്ങൾ തന്നെ പോയി ഉപ്പുണ്ടാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു നാണയം ഉണ്ടാക്കാനുള്ള ധൈര്യമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് എന്നോട് പറയും, നിങ്ങളൊരു നാണയം കാണിക്കും എന്ന് വെച്ച്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ കൂടെ നിൽക്കാൻ? ഞാൻ രാജാവാണ്, ഓക്കെ, ഞാൻ രാജാവാകും, നമ്മളിവിടെ ഭരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇതുവരെ ആയില്ല. നിങ്ങളെ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? കൈസർക്ക് വിറ്റു കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെ തന്നെ പണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സുഖ സൗകര്യങ്ങളൊന്നും മുടക്കാൻ വയ്യ. നിങ്ങൾക്ക് വാസ്തവത്തിൽ എൻ്റെ കൂടെ നിന്നിട്ട് പൊരുതാനുള്ള കഴിവുള്ളവരൊന്നും അല്ല നിങ്ങൾ. കർത്താവ് പറയാണ്, ഞാൻ വെറും ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നത് മെസ്സി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാനുള്ള യോഗ്യതയില്ല മക്കളെ. ആ കൈസർക്ക് നിങ്ങൾ നാണയം കൊടുക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ വാസ്തവത്തിൽ ചോദിക്കേണ്ടത് എന്താണ്? കൈസറിൻ്റെ നാണയം ഞങ്ങൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്നാണ്. കൈസറിൻ്റെ നാണയം നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമില്ലല്ലോ. കാരണം ആ നാണയം കൊടുത്താലല്ലേ സാധനങ്ങൾ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ കൈസർക്ക് കരം കൊടുക്കുന്ന വീതം എന്നുള്ള ചോദ്യത്തെ തന്നെ കർത്താവ് ചോദ്യം ചെയ്യാണ്. ഇതൊരു പുതിയ വെളിപ്പാടായിരിക്കും ചില ആളുകൾക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഏതൊക്കെയോ ആളുകൾ എഴുതിയ കോമൻട്രി അല്ലാതെ വാസ്തവത്തിൽ ഈ ബൈബിളിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും വെച്ചിട്ട് ഇതൊന്നും പഠിക്കാറില്ല. അപ്പോൾ ഇത് പുതിയ വെളിപ്പാടായിരിക്കും. പക്ഷെ നിങ്ങൾ നല്ലോണം പരിശോധിച്ച് നോക്കിയോ, ക്രേഗ് കിന്നറിൻ്റെ കോമൻട്രി വെച്ച് പരിശോധിച്ച് നോക്കിയോ, നിങ്ങൾക്ക് ഈ അർത്ഥം തന്നെ കിട്ടും. അതിൽ ഇങ്ങനെ വെളിച്ചത്തിൽ എഴുതിയിട്ടില്ല, ഈ സ്റ്റൈലിൽ അവർ എഴുതിയിട്ടില്ല. പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിട്ട് തോന്നും. ഇതൊരു പുതിയ അറിവല്ല. അവർ കൈസർക്ക് കരം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി കൈസറിൻ്റെ അടിമത്വം അംഗീകരിച്ച് കഴിഞ്ഞു. കർത്താവ് പറയാണ്, നിങ്ങൾ ഓൾറെഡി കൈസറിൻ്റെ അടിമത്വം അംഗീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പണം നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ആരുടെ പതിപ്പാണ്? കൈസറിൻ്റെ പതിപ്പാണ്. അപ്പോൾ കൈസർക്കുള്ളത് ആർക്ക് കൊടുക്കുക? കൈസർക്ക് കൊടുക്കുക. നിങ്ങൾ കൈസറിൻ്റെ അടിമയാണെങ്കിൽ നിങ്ങൾ കൈസറിൻ്റെ പണം ആർക്ക് കൊടുക്കുക? കൈസർക്ക് കൊടുക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിനുള്ളത് ആരാണ്? നിങ്ങളാണ് ദൈവത്തിനുള്ളത്. ദൈവത്തിൻ്റെ ഇൻഹെറിറ്റൻസ് എന്ന് ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ സമ്പത്ത് എന്ന് ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ പൊസഷൻ എന്ന് ദൈവം വിളിച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കളെയാണ്. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മാനവരാശിയാണ്. അങ്ങനെയുള്ള നിങ്ങളിൽ ആരുടെ ഇമേജാണ് വേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൽ വാസ്തവത്തിൽ വേണ്ടത് ദൈവത്തിൻ്റെ ഇമേജാണ്. ആ ദൈവത്തിൻ്റെ ഇമേജ് സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവിൻ. ദൈവത്തിന് ആരാധന മാത്രമല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ സാക്ഷികളും സൃഷ്ടികളും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ളവരുമാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കണം. ഇത് വേറെ പലരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ തന്നെ നിങ്ങൾ ദൈവത്തിന് വാസമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വേർപെട്ടവരാണ്, ഞങ്ങൾ സദൂക്യരെ പോലെ കോംപ്രമൈസ് ചെയ്യുന്നവരല്ല, റോമക്കാരുമായിട്ട് ചുങ്കക്കാരെ പോലെ കോംപ്രമൈസ് ചെയ്യുന്നവരല്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ വാസ്തവത്തിൽ ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരും നിങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും വിനിയോഗിക്കുകയും ചെയ്ത വ്യക്തികളായിരുന്നെങ്കിൽ ഈ ചോദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരില്ലാടോ.
കൈസർക്ക് കരം കൊടുക്കണോ വേണ്ടയോ, ടാക്സ് കൊടുക്കണോ വേണ്ടയോ, പുതിയ ടാക്സ് നിയമങ്ങൾ വന്നു, ആ ടാക്സിൻ്റെ നിയമങ്ങൾ പാലിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരില്ല. നിങ്ങൾ പണത്തോട് അട്രാക്റ്റഡ് ആയിട്ട് പണം നിങ്ങളുടെ ദൈവമായി മാറിയിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ പണം എന്ന് പറയുന്ന ഒരു വിഗ്രഹമാണ്. അത് 23-ാം അധ്യായത്തിൽ കർത്താവ് പറയും, നിങ്ങൾക്ക് വിഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ റോമക്കാരെ നോക്കി പറയുന്നു അവർക്ക് വിഗ്രഹങ്ങളുണ്ടെന്ന്, വിജാതിയരെ നോക്കി പറയുന്നു അവർക്ക് വിഗ്രഹങ്ങളുണ്ടെന്ന്, യവനക്കാരെ നോക്കിയിട്ട് പറയുന്നു അവർക്ക് വിഗ്രഹങ്ങളുണ്ടെന്ന്. നിങ്ങൾ ടാക്സ് കളക്ടേഴ്സ് ആയിരിക്കുന്ന നിങ്ങളുടെ തന്നെ ആൾക്കാർ, അവരെ നോക്കി പറയുന്നു അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നു, വിഗ്രഹ ആരാധികളെ കൂടെ കഴിക്കുന്നു, അവർക്ക് വിഗ്രഹമുണ്ടെന്ന്. പക്ഷെ നിങ്ങളുടെ അകത്താണ് യഥാർത്ഥ വിഗ്രഹമാകുന്ന ദ്രവ്യാഗ്രഹം ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ റോമിനെയും റോമിൻ്റെ പണത്തെയും റോമിൻ്റെ പണം കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന സകലത്തെയും സ്ഥാപിച്ചിരിക്കുക. ഇതേമാതിരി ഡോളർ മനസ്സിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ദൈവങ്ങളുണ്ട് അമേരിക്കയിൽ, ഇതേമാതിരി ഭാരതത്തിലുമുണ്ട്. അപ്പോൾ ഒരു ടാക്സ് നിയമം വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തുടങ്ങും. അവർ പിന്നെ ഇങ്ങനെ ഉയർക്കാൻ തുടങ്ങും. പിന്നെ പറയും അത് ക്രിസ്തീയ സഭയ്ക്കെതിരെയാണ്, ദൈവത്തിനെതിരെയാണ്. ദൈവം ഇവിടുത്തെ ടാക്സ് നിയമങ്ങൾക്ക് വേണ്ടി വന്നതല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ കുറച്ച് ടാക്സുകൾ കുറഞ്ഞതുകൊണ്ട് ദൈവരാജ്യത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഞങ്ങളെ പോലുള്ളവരുണ്ട്, നിങ്ങൾ വേണ്ട, നിങ്ങളുടെ പള്ളിയും വേണ്ട. എന്താ ഇത്? FCRAയുടെ ഒരു നല്ല ഭേദഗതി വന്നു. അത് ഗവൺമെൻറ് കൊണ്ടുവന്നാൽ, മോദി കൊണ്ടുവന്നാലും ശരി, രാഹുൽ ഗാന്ധി കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. ടെററിസത്തിന് വേണ്ടി പണ്ട് ഫേക്ക് കറൻസി ഉപയോഗിച്ചിരുന്നു. ആ ഫേക്ക് കറൻസി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ പ്രിൻ്റ് ചെയ്ത കറൻസിയാണ്. 200 കോടിയിൽ പരം 200 കോടി രൂപയുടെ വില വരുന്നതിലും കൂടുതലായിട്ടുള്ള ഫേക്ക് കറൻസി വേറൊരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ, RBIയുടെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ടല്ല, വേറൊരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ട കറൻസി നമ്മളെ ഗവൺമെൻറ് പിടിച്ചെടുത്തു. ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 200 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണോ? ഈ 200 കോടി എന്ന് പറയുന്ന എമൗണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ ഇവിടെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 കോടി ഓരോ പ്രാവശ്യം ആ മുഴുവൻ എമൗണ്ടും സർക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 കോടി ഭാരതത്തിന് നഷ്ടം സംഭവിക്കുകയാണ്. ഇത് കോടിക്കണക്കിന് പ്രാവശ്യം, അല്ല ലക്ഷക്കണക്കിന് പ്രാവശ്യം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രാവശ്യമെങ്കിലും ഈ മുഴുവൻ പൈസയും ഭാരതത്തിൽ ഓരോ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് എന്താ പറയുക ഉപയോഗിച്ച് കാണും. അപ്പോൾ എത്ര കോടി രൂപ? 200 ലക്ഷം കോടി രൂപ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും. അത്രയും ലക്ഷം കോടി രൂപ ഭാരതത്തിന്, നിങ്ങളുടെ നാടിന്, എൻ്റെ നാടിന്, നമ്മുടെ നാട്ടിന് നഷ്ടം വരുത്തി ഈ ഫേക്ക് കറൻസി എന്ന് പറയുന്നത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഗവൺമെൻറ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നോട്ട് നിരോധനം ഏർപ്പെടുത്തി. ആ നോട്ട് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ 200 കോടിയിൽ പരമുള്ള ഫേക്ക് നോട്ട് പിന്നെ നമുക്ക് കിട്ടിയത്. അത് ഏർപ്പെടുത്തിയില്ലെങ്കിൽ നമുക്കത് കിട്ടൂലേ? ഏർപ്പെടുത്തിയില്ലെങ്കിലും കിട്ടും, പക്ഷെ ടൈം എടുക്കും. 200 കോടിയിൽ പരം ഫേക്ക് കറൻസി US-ൻ്റെയോ അല്ലെങ്കിൽ ജർമ്മനിയുടെയോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെയോ ഒരു ഫേക്ക് കറൻസി എവിടെയെങ്കിലും പ്രിൻ്റ് ചെയ്യാൻ പറ്റുമോ ലോകത്തിൽ? പറ്റില്ലല്ലോ. അങ്ങനെ പ്രിൻ്റ് ചെയ്താൽ US എക്കോണമിക്ക് അത് ബാധിക്കും. അത് വേൾഡ് എക്കോണമിയെ ബാധിക്കും. ഭാരതത്തിൻ്റെ എക്കോണമിയെ, നിങ്ങളുടെ രാജ്യത്തെയും എൻ്റെ രാജ്യത്തെയും തകർക്കാൻ വേണ്ടി പാകിസ്ഥാനികൾ, ടെററിസ്റ്റുകൾ മുഖാന്തരം ഈ ഫേക്ക് കറൻസി പല സ്ഥലത്തേക്കും എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫേക്ക് കറൻസി നമ്മുടെ തന്നെ ഭാരതത്തിൽ സർക്കുലേറ്റ് ചെയ്ത് ബാങ്കുകളിൽ പിടിക്കപ്പെട്ട് തിരിച്ച് ഗവൺമെൻറ് അടുത്തേക്ക് ED റെയ്ഡ് നടത്തിയും ബാങ്കുകളിലും പിടിക്കപ്പെട്ട ഈ ഫേക്ക് കറൻസിയുടെ എമൗണ്ടാണ്, ടോട്ടൽ വാല്യൂ ആണ് 200 കോടി. ആ 200 കോടി വരുന്ന ഫേക്ക് കറൻസി 1-2 രൂപയല്ല, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ. 200 കോടി എന്ന് പറയുമ്പോൾ എത്ര നോട്ടുകളുണ്ടാവും? ആ കോടിയിലെ ആ 2 പൂജ്യം കുറയ്ക്കുക, അല്ലെങ്കിൽ 3 പൂജ്യം കുറയ്ക്കുക, അപ്പോൾ എത്ര നോട്ടുണ്ടാവും? 20 ലക്ഷമോ? എത്ര നോട്ടാണ്? അത്രയും നോട്ട്, 20 ലക്ഷം ഒന്നും ആയിരിക്കില്ല, അതിലും കൂടുതൽ നോട്ട് ഇവിടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കള്ള നോട്ട്. ഈ കള്ള നോട്ട് ഇവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ നോട്ടിൻ്റെ വില വരുന്ന അത്രയും രൂപ നമുക്ക് നഷ്ടമാണ്. അങ്ങനെയാണ് നിങ്ങളുടെയും എൻ്റെയും പൈസേൻ്റെ വില കുറയുന്നത്, നമ്മളെ സാധനം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി കുറയുന്നത്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് ഒരു 500 രൂപ
മേടിച്ചെന്നിരിക്കട്ടെ, അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില 400 രൂപയാവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടുത്ത ദിവസം നമ്മൾ 500 രൂപ മേടിക്കും, പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വില 400 രൂപയുടെ വിലയുള്ളൂ. അതിൻ്റെ ശക്തി 400 രൂപയുടെ ശക്തിയുള്ളൂ. അത്രയ്ക്കും ഫേക്ക് കറൻസി ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോട്ടിൻ്റെ, നമ്മുടെ രൂപയുടെ മൂല്യം അതുകൊണ്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയപ്പം കുറച്ച് നേരം വെയിലത്ത് നിന്നത്, അയ്യോ നോട്ട് നിരോധനം എന്ന് പറയുന്നത് മോദിയെ കൊല്ലണേ, മോദി ശരിയല്ലേ, എന്ത് രാഷ്ട്രഭക്തിയാണ് നമുക്കുള്ളത്, എന്ത് ദേശഭക്തിയാണ് നമുക്കുള്ളത്, നമ്മളോട് എന്ത് സ്നേഹമാണ് നമുക്കുള്ളത്, നമ്മളെ രാജ്യത്തോട്, നമ്മുടെ പൈസയോട് തന്നെ നമുക്ക് എന്ത് സ്നേഹമുള്ളത്. ഈ നോട്ട് നിരോധനം വഴി നമ്മളെ ഗവൺമെൻറ് കുറേ ഫേക്ക് കറൻസി ഒഴിവാക്കി. ഈ ഫേക്ക് കറൻസി മാത്രമല്ല ഒഴിവാക്കിയത്, നമ്മൾ പറയുന്നു 99%, 99.3% സർക്കുലേഷനിലുണ്ടായിരുന്ന യഥാർത്ഥ നോട്ടുകൾ തിരിച്ചെത്തി. ശരിയാണ്, റിസർവ് ബാങ്കിലേക്ക് യഥാർത്ഥ നോട്ടുകൾ, ഫേക്ക് കറൻസി അല്ല, യഥാർത്ഥ നോട്ടുകൾ. ആ യഥാർത്ഥ നോട്ടുകളിൽ നമ്മൾ പറയുന്നത് 99.3% തിരിച്ചെത്തിയ സ്ഥിതിക്ക് എന്ത് കറപ്ഷനാണുള്ളത്, മോദിജിക്ക് വട്ടാണ് എന്നൊക്കെ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾക്കൊന്നും അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 0.7% എന്ന് പറയുന്നത് എത്ര രൂപയാണെന്നറിയോ? 10,270 കോടി രൂപ. അത് ബ്ലാക്ക് മണിയാണ്, ഫേക്ക് മണിയല്ല. അത് ഫേക്ക് മണി എന്ന് പറഞ്ഞാൽ കള്ള നോട്ടായിരിക്കും. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ ടാക്സ് ചെയ്യപ്പെടാത്ത, ഭാരതത്തിൻ്റെ ഗവൺമെൻറ് ടാക്സ് കൊടുക്കാത്ത പൈസ. 10,270 കോടി രൂപയാണ് ആ 0.7% എന്ന് പറയുന്നത്. നമ്മളെ കണക്കിൽ 0.7% ഉള്ളൂ. ഈ ഭാരതം എത്ര വലുതാണ്. അപ്പോൾ നമ്മൾ പറയും ഇത് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടിലായിരിക്കും. എടോ, 500-ൻ്റെയും 1000-ൻ്റെ നോട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്, 10 രൂപയുടെയും 100 രൂപയുടെ നോട്ടിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. കുറേ അവസരങ്ങൾ ഗവൺമെൻറ് കൊടുത്തു ഈ നോട്ടുകൾ തിരിച്ചു കൊടുക്കാൻ. എന്നിട്ടും തിരിച്ചു കൊടുക്കാതെ ആ നോട്ട് നശിച്ചു പോവുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വിദേശത്തായിരിക്കും. അപ്പം നിങ്ങൾ ആകെ ഭാരതത്തിൻ്റെ 100%-ൽ 1% വരുന്ന ആളുകളാണ് ഈ വിദേശീയർ. 1% പോലും ഇല്ല, 0.01%. അങ്ങനെ വരുന്ന ആ ആളുകളുടെ മൊത്തം നോട്ടെടുത്ത് നോക്കിയാലും 10,270 കോടി രൂപയുടെ പണമാവുമോ? നിങ്ങൾ 10,270-ൽ 9,270 കോടിയായെന്ന് കൂട്ടിക്കോ. എന്നാലും ഒരു 1000 കോടി രൂപ, അത് അത്രയും ഞാൻ കൂട്ടുന്നുള്ളൂ. അതിൻ്റെയും ദശാംശം എന്ന് പറഞ്ഞാൽ 10,270 കോടി രൂപയുടെ ദശാംശം മാത്രമേ ഞാൻ കൂട്ടുന്നുള്ളൂ. 1000 കോടി രൂപ മാത്രമേ ഞാൻ കൂട്ടുന്നുള്ളൂ. 1000 കോടി രൂപ ബ്ലാക്ക് മണി ഭാരതത്തിലുണ്ട് എന്നിരിക്കട്ടെ. ഓരോ പ്രാവശ്യം ഈ ബ്ലാക്ക് മണി കറങ്ങുമ്പോൾ എത്ര ബ്ലാക്ക് മണി ഉണ്ടാവും? ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് നോട്ടിൻ്റെ രൂപത്തിലുള്ള ബ്ലാക്ക് മണിയാണ്. ട്രാൻസാക്ഷനിൽ ബ്ലാക്ക് മണി നടക്കുന്നുണ്ട്, അത് നമുക്കറിയാം. 100 രൂപയ്ക്ക് നമ്മൾ ഒത്തിട്ട് 20 രൂപ നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ കാണിച്ചിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്, അതും ബ്ലാക്ക് മണിയാണ്. ആ ബ്ലാക്ക് മണി ഇതിനേക്കാൾ അപ്പുറത്താണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് മണിയാണ് ഈ 100-ൻ്റെയും ഈ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടിൻ്റെ രൂപത്തിൽ കിടക്കുന്നത്. ആ 1000-ൻ്റെ നോട്ടെന്ന് പറയുന്നതും ആ 500-ൻ്റെ നോട്ടെന്ന് പറയുന്നത് ബ്ലാക്ക് നോട്ടാണ്. ആ ബ്ലാക്ക് മണി 1000 കോടി രൂപ ഭാരതത്തിൽ ഓരോ പ്രാവശ്യം കറങ്ങിക്കൊണ്ടിരിക്കുകയും വെറുതെ അല്ല പിണറായിൻ്റെ കടം കൂടുന്നത്. മനസ്സിലായോ? ഈ ബ്ലാക്ക് മണി ഇവിടെ ഇങ്ങനെ കറങ്ങാണ്. ഇതിന് ടാക്സ് ഇല്ല, ഇത് ശരിയായ മണിയല്ല, ഇതിന് അതിൻ്റെ വാല്യൂ ഇല്ല. പക്ഷേ ഇത് ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ 1000 കോടി രൂപയുടെ ആ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് 10,270 കോടിയാണ് ശരിക്കുള്ള എമൗണ്ട്. ആ എമൗണ്ട് തിരിച്ചെത്തിയില്ല, എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വോട്ടുകൾ മേടിക്കാനോ, സ്ത്രീ പീഡനത്തിന് വേണ്ടിയിട്ടോ, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടോ, ഡ്രഗ് ട്രാഫിക്കിങ്ങിന് വേണ്ടിയിട്ടോ, ഹ്യൂമൻ ട്രാഫിക്കിന് വേണ്ടിയിട്ടോ, ഇതൊന്നും സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല വെച്ചിരുന്നത്. ഏതൊക്കെയോ റൗഡികൾ, പിശാചുക്കൾ, തീവ്രവാദികൾ അവർക്ക് വേണ്ടി നമ്മളെ കൊല്ലാൻ, നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മുടെ എക്കണോമിയെ തകർക്കാനും വേണ്ടി, പാപങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പണം, അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം ശൂന്യമായിപ്പോയി, ഇല്ലാതായിപ്പോയി. 10,270 കോടി രൂപയുടെ ബ്ലാക്ക് മണി തീർന്നു അന്ന്. മനസ്സിലായോ? നോട്ട് നിരോധനം കൊണ്ട് 200 കോടി രൂപയുടെ ഫേക്ക് കറൻസിയും തീർന്നു. 10,270 കോടി രൂപയുടെ ബ്ലാക്ക് കറൻസിയും തീർന്നു. ബ്ലാക്ക് കറൻസി നോട്ട് എന്ന് വേണം നമ്മൾ പറയാൻ.
അല്ലാതെയുള്ള ബ്ലാക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നത് അത് വേറെ ബ്ലാക്ക് മണിയാണ്. ഇൻകം ടാക്സ് കൊടുക്കാതെ നമ്മൾ നടക്കുന്ന, സെയിൽ ടാക്സ് കൊടുക്കാതെ നമ്മൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും ബ്ലാക്ക് മണിയാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്ന സ്ഥലമാണ് അമേരിക്ക. അതുമായിട്ട് അവരുടെ ഒരു ഡോളറുമായിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് അവരുടെ ഡോളർ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മണിയും ഫേക്ക് മണിയും ഒഴിവാക്കിയ ആ ഗവൺമെൻറ്, ടെററിസ്റ്റിൻ്റെ കംപ്ലീറ്റ് നട്ടൽ ഒടിച്ച ആ ഗവൺമെൻറ് ഈ 10 കൊല്ലം കൊണ്ട് ഇനി ടെററിസം ഇല്ലാതായി, ഇല്ലയ്ക്ക് തുല്യമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ട്രസ്റ്റുകൾ വഴി, സൊസൈറ്റികൾ വഴി ഈ പല നാടുകളിൽ നിന്നും നാർക്കോട്ടിക്സിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഈ സ്ത്രീകളെ ട്രാഫിക് ചെയ്തിട്ടുള്ള പൈസയും അതൊക്കെ ബ്ലാക്ക് മണിയാണോ? വേറെ നാടുകളിലുള്ള ബ്ലാക്ക് മണി അത് ട്രസ്റ്റുകളിൽ വഴി, സൊസൈറ്റികളിൽ വഴി, അവരുടെ FCRA വഴി വെളുപ്പിക്കാനായിട്ട് ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നു. കാരണം വേറെ റൂട്ടൊക്കെ പൂട്ടിയില്ലേ. ഇപ്പോൾ ആത്തിഫ് ഹുസൈൻ മാതിരിയുള്ള കറപ്റ്റ് MLA ഒന്നുമില്ല ഈ ബ്ലാക്ക് മണിയെ വെളുപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇനി ട്രസ്റ്റ് വഴിയും സൊസൈറ്റി വഴിയാണ് ഇത് നോക്കുന്നത്. എനിക്ക് ഒരു ചെറിയ ട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇപ്പോൾ പൂട്ടിപ്പോയി. ഷാലോ മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ട്രസ്റ്റ് അല്ല, ഞാൻ അതിൽ ട്രസ്റ്റ് ആയിരുന്നു. എന്നോട് ഒരു കക്ഷി വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, കുറേ പൈസയുണ്ട്, അത് നിങ്ങളുടെ ട്രസ്റ്റിൽ കൂടെ ഒന്ന് കടത്തി വിട്ടാൽ മതി, ഞങ്ങളുടെ പൈസയാണ്, ഞങ്ങളത് തിരിച്ചെടുത്തോളാം, നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ തരാം. മനസ്സിലാവുന്നുണ്ടോ? 200 കോടി രൂപ അവരെനിക്ക് തന്നാൽ ഈ 200 കോടി രൂപ എൻ്റെ ട്രസ്റ്റിൽ കൂടെ അവർ വെളുപ്പിച്ചിട്ട്, അതിന് FCRA വേണം, വെളുപ്പിച്ചിട്ട് ആ ഫോറിൻ കറൻസി വെളുപ്പിച്ചിട്ട് അവർ ആ 198 കോടി കൊണ്ടുപോകും. 2 കോടി എൻ്റെ ട്രസ്റ്റിന് തരും. എനിക്ക് 2 കോടി വെറുതെ കിട്ടല്ലേ? ഇങ്ങനെ ട്രസ്റ്റ് ബിസിനസ്, സൊസൈറ്റി ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ. എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞങ്ങളെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി, ലിറ്ററേച്ചർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി, ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് FCRA ഇല്ല, ഞങ്ങൾ FCRAക്ക് അപ്ലൈ വരെ ചെയ്തില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇനി. അപ്പോൾ ഈ FCRA നിയമം സ്ട്രോങ് ആക്കിയത് എന്തിനാണ്? ഇതുപോലെയുള്ള കള്ളപ്പണം വരും. ഈ 198 കോടി എന്ന് പറയുന്ന പോലെ എത്രയോ കോടി രൂപ ആ കള്ളപ്പണം ഡ്രഗിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഗൾഫിൽ ടാക്സ് കൊടുക്കാത്തയോ ഒക്കെ ആയിട്ടുള്ള പൈസയായിരിക്കും അത്. ആ പൈസ ഇതിലൂടെ വെളുപ്പിച്ചെടുത്ത ശേഷം പിന്നെ അത് ആരാ ഉപയോഗിക്കുന്നത്? നമ്മളെ പുരോഹിതനറിയോ? ഏയ് ഉറങ്ങിപ്പോയോ പുരോഹിത? നമ്മളെ പെന്തക്കോസ് പാസ്റ്ററിനറിയോ? ഇല്ലല്ലോ. 2 കോടി കൊണ്ട് നമുക്കൊരു വലിയ ബിൽഡിംഗ് പണിതിട്ട് നമുക്ക് ആരാധന നടത്താൻ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷേ ആ 198 കോടി നിങ്ങളുടെ ട്രസ്റ്റിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. നിങ്ങളുടെ FCRA അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. കാരണം അത് രാഷ്ട്രത്തിനെതിരെയാണ്, തീവ്രവാദത്തിന് അനുകൂലമാണ്, അത് രാഷ്ട്രവിരോധമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല. ആ പൈസ എന്ന് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ, എവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞൂടാ, എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ സോഴ്സ് കാണിക്കാൻ പറ്റാത്ത പൈസകൾ കുറേ ഭാരതത്തിലേക്ക് വരുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കിരൺ റിജിജു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോട് വളരെ അടുപ്പം കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഈ നിയമം ഭേദഗതി വരുത്തില്ല എന്ന് അയാൾ പറയുമ്പോൾ അയാൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ എടുത്ത് ചാടിയിട്ട് ഈ നിയമം സഭകൾക്കെതിരെയാണ്, സഭകളുടെ എല്ലാ സാധനങ്ങളും പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കെല്ലാം പിടിച്ചടക്കാം. 80% ആളുകൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ഒരൊറ്റ സുപ്രഭാതത്തിൽ എല്ലാ ഹിന്ദുക്കളും വന്നിട്ട് മുസ്ലിങ്ങളുടെയും നമ്മുടെ ക്രിസ്ത്യാനികളുടെയും എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഒരു അധികാരം ഇല്ലാതെ പിടിച്ചടക്കാൻ തീരുമാനിച്ചാൽ പിടിച്ചടക്കാൻ പറ്റുമോ? പിടിച്ചടക്കാൻ ഈസി ആയിട്ട്. അതവർ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ അഭിപ്രായത്തിനും ആരാധനയ്ക്കും ഒക്കെ സ്വാതന്ത്ര്യമുള്ളൊരു നാട്, നരേന്ദ്രമോദി വരെ പോയി ബൈബിൾ മേടിക്കുന്ന ഒരു നാട്, അങ്ങനെയുള്ളൊരു നാട്ടിൽ നല്ലൊരു അധികാരിയെ ലഭിച്ചിട്ട് ജീവിക്കുന്ന നമ്മൾ ഒരു FCRA റെഗുലേഷൻ കുറച്ച് സ്ട്രോങ് ആക്കിയപ്പോഴത്തേക്കും നമ്മൾ അതിനെതിരെ പറയാണ്. ഇത് തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണം അത് സഭയിലേക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നും മിണ്ടരുത്. തീവ്രവാദത്തിലേക്ക് പോകുന്ന ആ പണം, അതിൻ്റെ ഒഴുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വാസ്തവത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ചില പൊട്ടന്മാരുണ്ട്,
അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന പണം. ഈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ കൺവേർഷൻ ഒന്നുമല്ല, പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക് കൺവേർഷനാണ്. എന്താണെങ്കിലും കൺവേർഷന് വേണ്ടി അതിൻ്റെ പണം ഉപയോഗിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വ്യാഖ്യാനം ചില ആളുകൾ ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്. അതൊന്നും ശരിയായ വ്യാഖ്യാനമല്ല. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ പോകുന്ന പണം ഇങ്ങനെയുള്ള സൊസൈറ്റികളിൽ കൂടെയും ട്രസ്റ്റുകളിൽ കൂടെയും FCRA ലഭിച്ചിട്ടുള്ള ആളുകൾ അത് തെറ്റായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ എത്തുന്നുണ്ടെന്ന് ഗവൺമെൻറ്റിന് അറിയാം. അത് ആ ചാനലും കൂടെ പൂട്ടാനാണ്, ബ്ലാക്ക് മണിക്കുള്ള ആ ചാനലും കൂടെ പൂട്ടാനാണ് അവരത് ചെയ്യുന്നത്. 2 നേരം ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി എന്നാണ് പൗലോസ് പറഞ്ഞത്. ഈ വലിയ വലിയ കാറുകളിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും, വലിയ വലിയ പ്ലെയിനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ലെങ്കിലും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാസ്തവത്തിലുള്ളൊരു ശുശ്രൂഷകനാണ് നിങ്ങളെങ്കിൽ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും ദൈവത്തെ ശുശ്രൂഷിക്കാനും വേണ്ടി വിനിയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന ഭൗതിക സാധനങ്ങളുമായിട്ട് ഇതുപോലെയുള്ള അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മളെ നോക്കുന്ന ആത്മീയരായ ഹിന്ദുക്കളും ആത്മീയരായ മുസ്ലിങ്ങൾ വരെ ഒന്നും പറയുന്നില്ല ഇതിനെതിരെ. ആത്മീയരായ ഹിന്ദുക്കളും ആത്മീയരായ ബുദ്ധമതക്കാരും ആത്മീയരായ ജൈനമതക്കാരും എന്താണ് പറയുക? ഇവിടെ പരീശന്മാരും ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ് പൈസയായിട്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? അവരുടെ മനസ്സിൽ ഇവനെ കൈസറുമായിട്ട് മുട്ടിച്ചിട്ട് ഹേരോദേസിനോടോ അല്ലെങ്കിൽ പുരോഹിതന്മാരായിരിക്കും സദൂക്യരോടോ മുട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. ഹേരോദേസിനോട് മുട്ടിച്ചിട്ട് ഹേരോദേസിൻ്റെ ആളുകളെ കൊണ്ട് കൊല്ലിക്കണമെന്നാണ്. അല്ല, ഇവൻ വാസ്തവത്തിൽ മെസ്സിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഹേരോദേസിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ നമുക്ക് കരം കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നമുക്ക് സുഖിച്ച് ജീവിക്കാം, ടാക്സിൻ്റെ പൈസയൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് ജീവിക്കാം. അങ്ങനെയുള്ളൊരു സുഖജീവിതം ആഗ്രഹിക്കുന്ന ആ പരീശന്മാർ കർത്താവിന് കൊടുക്കാൻ വേണ്ടി ഈ ചോദ്യം ചോദിക്കുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? കർത്താവ് എന്താ പറഞ്ഞത്? ഇതിനകത്ത് ആരുടെ ചിത്രമാണ്? കൈസറുടെ ചിത്രം. നിങ്ങളുടെ ഹൃദയത്തിനകത്തും ഇപ്പോൾ ആ ചിത്രമാണ് ഇരിക്കുന്നത്. വാസ്തവത്തിൽ പറഞ്ഞാൽ ആ നോട്ടിലുള്ള ഗാന്ധിയാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കുന്നത്. അത് നമ്മളെ മഹാത്മാഗാന്ധി അല്ല കേട്ടോ, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഗാന്ധി. അങ്ങനെ ഒരു ഗാന്ധി ഉണ്ട്, ഇന്നിവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഗാന്ധി സ്പിരിറ്റ്, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഗാന്ധി. ആ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ അതിൽ നിന്ന് നമ്മൾ വളരെയധികം അകന്നിരിക്കണം. എന്നെ ചോദ്യം ചെയ്യാനായിട്ട്, എൻ്റെ ഉള്ളിലുള്ള ദ്രവ്യാഗ്രഹം നോക്കാനായിട്ട്, എന്നെ പരിശോധിക്കാനായിട്ട് നിങ്ങൾ പലരെ അറിയിക്കുകയും നിങ്ങൾ വരികയും നിങ്ങളിങ്ങനെ എന്താ പറയുക തൂജയമാരിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വരും എന്നൊക്കെ എനിക്കറിയാം. എനിക്കതിനൊന്നും പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഒക്കെ ദൈവത്തിന് കൊടുത്ത ആളാണ്. ദൈവം എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം വെച്ചാൽ നടക്കട്ടെ. പക്ഷേ ഞാൻ സത്യമായിട്ട് പറയാം, ദൈവരാജ്യം നമ്മളെ ഇടയിലുണ്ടെങ്കിൽ സ്നേഹം, സത്യം, അഹിംസ ഇതാണ് നമ്മുടെ മാതൃകയെങ്കിൽ ഇതുപോലുള്ള നല്ല നിയമങ്ങളെ നമ്മൾ എതിർക്കാൻ പാടില്ല. നമ്മൾ അതിനോട് കൂടെ, നമ്മുടെ ഭാരതത്തിലെ ഗവൺമെൻറ്റിനോട് കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥയിൽ, ക്രിസ്തീയ വിശ്വാസികൾ പ്രത്യേകിച്ച്. കാരണം നമുക്ക് തീവ്രവാദം ഇല്ലാത്തവരാണ് നമ്മൾ. ഈ തീവ്രവാദികൾ കാരണം ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികളാണ്. നമ്മൾ തിരിച്ച് ഉപദ്രവിക്കാത്തവരാണ്. അതുകൊണ്ട് നമ്മുടെ നീതി ദൈവത്തിൻ്റെ പക്ഷത്തുണ്ട് നമുക്കറിയാം. ആരെങ്കിലും ഈ നിയമത്തെ അനീതിയോടെ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ശബ്ദിക്കാം. ഏതെങ്കിലും വലിയൊരു പള്ളിയെ അതിൻ്റെ പൈസ ഈ FCRA മുഖാന്തരമാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടും അതിൻ്റെ സോഴ്സൊക്കെ കാണിച്ചിട്ടും ആ വ്യക്തിയുടെ FCRA ഒഴിവാക്കുകയും എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൻ്റെ FCRA ഒഴിവാക്കുകയും അതിനൊരു കാരണം പറയാതിരിക്കുകയും പിന്നീട് അതിനെ തട്ടിയെടുക്കുകയും വാസ്തവത്തിൽ തട്ടിയെടുക്കുകയും ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ ഒരു കാര്യം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഭീതി വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാവും ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ. മോദിജി ആണെങ്കിലും ശരി, റിജിജു ആണെങ്കിലും ശരി. പക്ഷെ വാസ്തവത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അത് വന്നിരിക്കുന്നത് ശരിയായ സോഴ്സുകളിൽ കൂടെയാണെങ്കിൽ, അതിൻ്റെ രേഖകൾ നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചു, അത് നിങ്ങളുടെ ആ ട്രസ്റ്റിൻ്റെയും സൊസൈറ്റിയുടെ ആക്ടിനകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ പെർമിഷൻ ലഭിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, ന്യായപരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ, നിയമപരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനത്തെ ആർക്കും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, NDA ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, നരേന്ദ്രമോദിജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ആ സ്ഥാപനത്തിന് ആർക്കും ഒരു കേടും വരുത്താൻ കഴിയില്ല.
അപ്പം വെറുതെ ഉള്ള എന്താ പറയുക, നമ്മളെ കളിപ്പിക്കാനും വോട്ട് നേടാനും നമ്മളെ തമ്മിൽ തെറ്റിക്കാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിയുണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ മനസ്സിലാക്കുക. ആ ശത്രുവിനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ വാക്ക് കേട്ടിട്ട് നമ്മളെ നാടിൻ്റെ കമ്മ്യൂണൽ ഹാർമണിയെ തകർക്കുന്ന രീതിയിൽ ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ എല്ലാവർക്കും ഈ നിയമം ബാധകമാണല്ലോ. ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയ നിയമമാണോ അത്? ഈ FCRA എന്ന് പറയുന്നത് നമ്മളെ മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ബാധിക്കും, അതിന് കുറേ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാം വിഡ്ഢിത്തം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന പണം അതിൻ്റെ സോഴ്സ് നിങ്ങൾക്കറിയാം, സോഴ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി വിനിയോഗിക്കുമെന്നുള്ളത് നിങ്ങളുടെ സൊസൈറ്റി ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് FCRA കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, അതിൻ്റെ പള്ളി പണിയാനും അതിൻ്റെ ബിൽഡിംഗ് പണിയാനും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ആരെങ്കിലും, നിങ്ങളുടെ FCRA ആരെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകാമല്ലോ, ഹൈക്കോർട്ടിലേക്ക് പോകാമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നിങ്ങൾ BJPൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അടുത്തേക്ക് പോയാൽ മതി, അവർ തന്നെ ഇത് പരിഹരിച്ചു തരും. അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഭാരതത്തിൻ്റെ സർക്കാരിന് കൂടെ നമ്മൾ നിൽക്കുക. ഞാനും ഒരു ട്രസ്റ്റിൻ്റെ ഒരു ചെറിയ ട്രസ്റ്റുണ്ട്, പക്ഷേ ഞാനൊരിക്കലും FCRAക്ക് അപ്ലൈ ചെയ്തില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫണ്ടില്ല. ഞങ്ങൾ സാധാരണ ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ, ഞങ്ങൾക്ക് ആരെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും എനിക്ക് പൈസ എന്തെങ്കിലും തന്നാൽ അത് ഡോളർ രൂപത്തിൽ തരികയാണെങ്കിൽ അതിൻ്റെ ടാക്സ് ഞാൻ വ്യക്തിപരമായിട്ട് അടയ്ക്കും. എന്നിട്ട് ആ പൈസ ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ട്രസ്റ്റിന് കൊടുക്കണമെന്ന് അവർ പറഞ്ഞ പൈസ ഞാൻ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ പേരിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വരുന്ന പൈസ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല. വാക്കുകളിൽ ആരും പിടിച്ചിട്ട് നിങ്ങളെ പിടിച്ചിടാനും പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഭയം സഭയുടെ ഉള്ളിൽ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണം. അപ്പോൾ ഈ നിയമം കൊണ്ടുവരിക്കുന്ന ഇതിനു വേണ്ടിയാണ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കാതെ നമ്മൾ ഭാരതത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ടെററിസ്റ്റിനോടും പാകിസ്ഥാനിനോടും ഒക്കെ ചേർന്ന് നിന്നിട്ട് ഭാരതത്തിൻ്റെ സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ ക്രിസ്തീയ സഭ മുഴുവൻ ഭാരതത്തിനെതിരെ സംസാരിക്കുന്നതായിട്ടാണ് പൊതുവേ ഉള്ള മാധ്യമങ്ങളും പുറമേ ഉള്ളവരും ചിന്തിക്കുന്നത് എന്ന് മാത്രമല്ല ഭാരതത്തിലെ മറ്റ് ഹിന്ദുക്കളും ചിന്തിക്കുന്നത്. അവർ വിചാരിക്കുക എന്താണ്, എല്ലാവർക്കും ഉള്ള നിയമമല്ലേ, എന്താ ഇവർക്ക് മാത്രം പ്രത്യേകത? 80% ഉണ്ട് അവർ. ആ ആളുകളെല്ലാവരും നമുക്കെതിരായി തീർന്നാൽ, നമ്മളെ ഓഡിയൻസ് അല്ലേ അവരോടല്ലേ നമ്മൾ സുവിശേഷം പറയുന്നത്. നമുക്കെതിരായി തീർന്നാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ? അവരോട് സാഹോദര്യം പുലർത്തുകയും അവരെ സ്നേഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അവരെ കുറ്റം പറയല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും ബാധകമായ നിയമം, നമുക്കും ബാധകമായ നിയമം നമ്മൾ സ്വീകരിക്കുക. കർത്താവ് അതാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി ഈ നിയമം അംഗീകരിച്ചു കഴിഞ്ഞു. കൈസറിന് അടിമത്തത്തിലാണ് യഹൂദിയ അന്നിരിക്കുന്നത്. കൈസർക്ക് ഈ സാധനം നിങ്ങൾ കൊടുക്കാൻ ഏറ്റിരിക്കുന്നു. ഏത് സാധനമാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്? കൈസറിൻ്റെ ഇമേജ് പതിച്ചിരിക്കുന്ന പണം. ആ പണത്തിൻ്റെ അടിമയാണ് നിങ്ങൾ ഓൾറെഡി. അപ്പോൾ ഇത് നിങ്ങൾ കൊടുത്തോളൂ, കൈസർക്കുള്ളത് നിങ്ങൾ കൈസർക്ക് കൊടുത്തോളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഹൃദയം. അതാണ് കർത്താവിൻ്റെ ചോദ്യം. നിങ്ങൾ പറയുന്നു സദൂക്യർ ശരിയല്ല, നിങ്ങൾ പറയുന്നു അവർ കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ് റോമക്കാരുമായിട്ട്. നിങ്ങൾ പറയുന്നു പൈസയ്ക്ക് വേണ്ടി ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ആളുകളാണ് ചുങ്കക്കാരായി തീരുകയും റോമക്കാരുമായിട്ട് ചേർന്നിട്ട് പള്ളിക്കെതിരെയും യഹൂദിയക്കെതിരെയും യഹൂദന്മാർക്കെതിരെയും പ്രവർത്തിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും നിങ്ങൾ കുറ്റം വിധിക്കുകയാണ്, ശിക്ഷ വിധിക്കുകയാണ്, കുറ്റം വിധിക്കുകയാണ്, പുറത്താക്കുകയാണ് നിങ്ങളെ പള്ളികളിൽ നിന്നും. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലകത്തൊന്ന് ചിന്തിച്ച് നോക്കിയേ, വാസ്തവത്തിൽ നിങ്ങളും ആ റോമിൻ്റെ അടിമയല്ലേ? നിങ്ങൾക്കും ആ റോമിന് കൊടുക്കാനുള്ള ടാക്സ് സേവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമല്ലേ? വാസ്തവത്തിൽ ഞാനൊക്കെ എന്താ ചെയ്യാമെന്നറിയോ? ഈ FCRA ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വരുന്ന പണത്തിൻ്റെ ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് ഞാൻ സുവിശേഷ വേല ചെയ്യും. അതാ ശരിക്കും ചെയ്യേണ്ടത്. ഗോ ദി എക്സ്ട്രാ മൈൽ. ഞങ്ങൾക്ക് വരുന്ന ഫോറിൻ കറൻസിയുടെ ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾ സഭയുടെ കാര്യങ്ങൾ നടത്തും. നമുക്ക് എന്തിനാണോ നമ്മൾ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അങ്ങനെ നമ്മളൊരു മാതൃക കാണിച്ചാണ്ടല്ലോ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും നമ്മളെപ്പോലെ കാണിക്കാനും പറ്റില്ല. എന്ന് മാത്രമല്ല, നമ്മളുടെ റെസ്പെക്റ്റ് ഈ നാട്ടിൽ വർദ്ധിക്കും. ആളുകൾ ഇങ്ങോട്ട് വരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട്.
ഇതൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആളാണ് ഞാൻ പറയാണ്. പക്ഷെ നമ്മൾ ഈ ദ്രവ്യത്തിന് വളരെയധികം ഇത് കാണിച്ചിട്ട് നമ്മളിവിടെ മൈനോറിറ്റിയാണ്, എന്നിട്ടും നമുക്ക് FCRI കിട്ടുന്നുണ്ടല്ലോ. ഗൾഫിൽ നമുക്ക് ആരെങ്കിലും FCRI തരുമോ? അമേരിക്ക തരുമോ? മൈനോറിറ്റിയാണ്, നമുക്ക് FCRI കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടാക്സ് ഇല്ലാത്ത പണം, അതാണ് FCRI എന്ന് പറഞ്ഞാൽ. ടാക്സ് അടച്ച പണമല്ലല്ലോ, ആണോ? വാസ്തവത്തിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടതല്ലേ? പക്ഷെ നമ്മൾ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ FCRI അവർ തന്നിരിക്കുന്നത്. ഇത്രയും നല്ല ഒരു ഗവൺമെൻറ് നമ്മുടെ ഭാരതത്തിലുള്ള സ്ഥിതിക്ക് നമുക്ക് കിട്ടിയ FCRI നമ്മൾ സൂക്ഷിക്കുക, അതിനെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതിരിക്കുക, ഭാരതത്തിന് അനുകൂലമായ നടപടികൾ എടുക്കുക. എന്തെങ്കിലും ഒരു നമുക്കെതിരെ എലിഗേഷൻ വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചാനലുകളുണ്ട്, ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരോട് BJPയെ പറ്റിയും മോദിജിയെ പറ്റിയും മോശം പറയുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാനും ഇസ്രായേലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് സംസാരിക്കാൻ ആളില്ല. അവിടെയാണ് മോദിജിയെ കാണുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മളെ രാജ്യത്തിനകത്ത് ഇരുന്ന് തന്നെ രാജ്യദ്രോഹം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. നമുക്ക് FCRI കിട്ടുന്നുണ്ട്, നമ്മൾ മൈനോറിറ്റി ആയിട്ടും നമുക്ക് FCRI കിട്ടുന്നുണ്ട്. ടാക്സ് കൊടുക്കാതെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമുക്ക് നടത്താം ഫോറിൻ മണി കൊണ്ട്. ആ ഫോറിൻ മണി മുഴുവൻ ടാക്സ് കൊടുക്കണം എന്നുള്ളൊരു നിയമം നാളെ വരും. വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? FCRI എന്ന് പറഞ്ഞ നിയമം ആർക്കും വേണ്ട. ഭാരതത്തിൽ തന്നെ FCRI ഇല്ല. ഇപ്പോൾ ഫോറിൻ മണി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ അക്കൗണ്ടിൽ കൂടെ വരണം. അതിന് നിങ്ങൾ എല്ലാവരും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ടാക്സ് കൊടുക്കണം. അങ്ങനെ ഒരു നിയമം ഭാരത സർക്കാർ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അതവർ കൊണ്ടുവരാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടിയ FCRI സൂക്ഷിക്കുക, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് അത് ഇല്ലാതാവുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് ശരിയായ വഴിക്ക് അത് നേടിയെടുക്കാനായിട്ട് നോക്കുക. അല്ലാതെ നിയമം കുറച്ച് കഠിനമാക്കിയെന്നും പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞാണ്ടല്ലോ, അത് നിങ്ങളെയും എന്നെയും നമ്മളെല്ലാവരെയും അത് ബാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കോംപ്രമൈസ് ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനകത്ത് ഈ വിഗ്രഹമുണ്ട് എന്നുള്ളത് ദൈവം തെളിയിക്കുകയാണ്. ഈ FCRI നമ്മുടെ ഒരു വിഗ്രഹമാണ് എന്നാണ് ദൈവം തെളിയിക്കുന്നത്. എനിക്കുണ്ടായിരുന്ന ഒരു വിഗ്രഹം, എനിക്കൊരു വിസ കിട്ടണം അമേരിക്കയിൽ പോകാൻ. ആ വിഗ്രഹത്തെ ദൈവം തകർത്തു. 3 പ്രാവശ്യം അവരെന്നെ വിസ നിഷേധിച്ചു. അതൊരു വിഗ്രഹം തകർച്ച തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള അഡ്മിഷൻ കിട്ടി, നല്ലൊരു കോളേജിൽ, നല്ലൊരു സെമിനറിയിൽ. ഡോക്ടറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷനാണ് കിട്ടിയത്, സാധാരണ സ്റ്റഡീസിനല്ല. അഡ്മിഷൻ കിട്ടി, സ്കോളർഷിപ്പ്, ഫുൾ ട്യൂഷൻ ഫ്രീ സ്കോളർഷിപ്പ് കിട്ടി, സ്റ്റൈപ്പൻഡും അവർ വാഗ്ദത്തം ചെയ്തു. എന്നിട്ടും ഫൈനാൻഷ്യലൊക്കെ നല്ല സ്ട്രോങ് ആണ് കാണിച്ചിട്ടും അമേരിക്കക്കാർ എനിക്ക് വിസ തന്നില്ല. ഇതേ പേപ്പറും കൊണ്ട് ഒരു വെള്ളക്കാരനായ ന്യൂസിലൻഡുകാരനാണ് ഞാനെങ്കിൽ, ഇതേ പേപ്പർ കൊണ്ട് ഞാൻ അവിടെ ഇതേ ഇംഗ്ലീഷും വെച്ചിട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ ഗ്രേഡ് പോയിൻ്റ് ആവറേജൊക്കെ വളരെ ഹൈ ആണ്, എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിസൾട്ട്സും വളരെ ഹൈ ആണ്. പക്ഷേ വെള്ളക്കാരനായിരുന്നു ഞാനെങ്കിൽ അവർ ഉടനെ എനിക്ക് ആ വിസ തന്നേനെ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് റേസിസമാണ്, നിങ്ങളെല്ലാവരും റേസിസ്റ്റാണ്, നിങ്ങളെല്ലാം മോശക്കാരാണ്, ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ദൈവമേ അവരോട് ക്ഷമിക്കണേ, അവർക്ക് അറിഞ്ഞൂടാ ഈ ഭാരതത്തിൽ ഒറ്റയ്ക്ക് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസിച്ച് വന്ന് ഒരുപാട് അവഹേളന അനുഭവിച്ചിട്ടും ദൈവഭാഗത്ത് പിടിച്ചു നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച്, ഞാൻ ഈ ഒരു 5 കൊല്ലത്തെ ഹാർഡ് വർക്കാണ് ഈ ഡോക്ടറൽ അഡ്മിഷൻ. അതിനുവേണ്ടി ഞാൻ അപ്ലൈ ചെയ്തത് കിട്ടി. എന്നിട്ട് അവർ വിസ തരില്ല എന്ന് പറഞ്ഞ് എന്നെ നിഷേധിച്ചപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. പക്ഷെ ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞ, ദൈവമേ അനുഗ്രഹിക്കണേ, അമേരിക്കയെ അനുഗ്രഹിക്കണേ, അമേരിക്കൻ പ്രസിഡൻറ്റിനെയും നീ അനുഗ്രഹിക്കണേ. ശപിക്കാൻ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, പല കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ദൈവം തന്നെ എന്നോട് ഇടപെട്ടു. ആ കർത്താവ് ഫിഗ് ട്രീയെ ശപിച്ചില്ലേ, അതേമാതിരി കൗൺസിലേറ്റിനെ ശപിച്ചില്ലാതാക്കും. അതൊക്കെ ഞാൻ എഴുതി വെച്ചു. പക്ഷേ ഞാൻ ദിവസേനയും വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം എന്നോട് പറഞ്ഞത്, നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുക. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ രാത്രിയിൽ എന്നെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഡൊണാൾഡ് ട്രംപിന് വേണ്ടി, എനിക്ക് വിസ നിഷേധിച്ച ആളുകൾക്ക് വേണ്ടി. എന്ത് പ്രാർത്ഥിക്കാൻ? അവർ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് വേണ്ടി നിന്ന് ജയിക്കാനും ആ നീതി നടപ്പാക്കാനും വേണ്ടി. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, നമ്മൾ സത്യസന്ധതയോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാണ്.
ഈ FCRAക്ക് വേണ്ടി നമ്മളിനി ഇതിനു വേണ്ടി ഒരു ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടാക്കിയിട്ട് നമ്മളെ നാട്ടിലും പുറമേ നാട്ടിലും നാറേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയല്ല ഈ സുവിശേഷ വേല ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വലിയ കാര്യമാക്കാതിരിക്കുക. നമ്മളെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാം. ഫണ്ട് വരും, ഫണ്ട് പോകും. പക്ഷെ ദൈവം എന്നേക്കുള്ളതാണ്. ഫണ്ട് വരും, ഫണ്ട് പോകും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നേക്കുള്ളതാണ്. അലിഗേഷൻ വരും, അലിഗേഷൻ പോകും. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നേക്കുള്ള, സുവിശേഷ വേല എന്നേക്കുള്ള, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സ്നേഹിക്കുക, സഹിക്കുക, ക്ഷമിക്കുക, സേവിക്കുക, ശുശ്രൂഷിക്കുക, ഇതിനാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അത് ഓർക്കുക. കാരണം വരാനിരിക്കുന്ന രാജ്യമുണ്ട്. അന്ന് ദൈവം നമുക്ക് ആ പുതിയ ശരീരം തരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് ആ ചോദ്യം തിരിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് കൈസർക്ക് നമ്മളെല്ലാവരും കൂടെ കരം കൊടുക്കണോ വേണ്ടിയോ? പക്ഷെ നിങ്ങൾ ഓൾറെഡി ആ കൈസറിൻ്റെ പണത്തിന് അടിമയായി കഴിഞ്ഞിരിക്കുന്നു. ദ്രവ്യാഗ്രഹത്തിനും പണത്തിനും കൈസർക്കും നിങ്ങൾ അടിമയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നായിരിക്കും. ഞാൻ എന്ത് നന്മയാണ് ഇനി ചെയ്യാനിരിക്കുന്നത്? അത് വേറൊരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന ആ ചോദ്യത്തെ കേട്ട് കർത്താവ് പറയുന്നത് നല്ലൊരു ചോദ്യമാണ് നീ ചോദിച്ചിരിക്കുന്നത്, മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്ന് അവനോട് പറഞ്ഞു. ശമരിയക്കാരൻ്റെ ഉപമ കാണിച്ചിട്ട്, നീ ഒരു ടീച്ചറാണ്. നിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പുറത്താക്കുക എന്നുള്ളതല്ല. ആ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പുറത്തായവനെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാ കർത്താവ് ആ ലോയറിനോടും ആ ടീച്ചറിനോടും ആ ന്യായപ്രമാണിസിനോട് അന്ന് ആ ശമരിയക്കാരൻ്റെ ഉപമയിൽ കൂടെ പറഞ്ഞത്. നീ ഈ പരീശന്മാരോടും ചുങ്കക്കാരോടും പാപിനികളോടും കരുണ കാണിക്കുക, അവർക്ക് ഈ വചനം ഉപദേശിച്ചു കൊടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക ദൈവഭാഗത്തേക്ക്. അതാണ് നീ ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ന്യായം വിധിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ യഹൂദന്മാർ ആശ്ചര്യചകിതരാവുകയാണ്. കാരണം എന്തൊരു ഉത്തരമാണത്. അവർ ചിന്തിച്ചതിനും ആഴമുണ്ട് കർത്താവിൻ്റെ ഉത്തരത്തിന്. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ഈ വിഗ്രഹത്തെ നിങ്ങൾ ഉടയ്ക്കണം. ഈ കൈസറാകുന്ന വിഗ്രഹത്തെ നിങ്ങൾ ആദ്യം മാറ്റണം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉള്ള പണമാകുന്ന വിഗ്രഹത്തെ നിങ്ങൾ ആദ്യം മാറ്റണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനുള്ളതാണ്. വിശയ്ക്കുള്ളതോ ഫക്രക്കുള്ളതോ ഒന്നുമല്ല. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് കൊടുക്കണോ നിങ്ങളുടെ ഹൃദയം? അതിനു വേണ്ടിയാണ് ദൈവം വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഹൃദയം ദൈവത്തിന് ഏർപ്പാടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, യാഗമായി കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ദൈവം അതിൽ സന്തോഷിക്കും, ദൂതന്മാർ സന്തോഷിക്കും. അങ്ങനെ ആ മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുകയും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുകയും. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയി കളഞ്ഞു. സാധാരണ ഇതുവരെ സംഭവിച്ച എന്താണ്? ഈ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ, ഈ ഭർത്തിമായെ പോലുള്ള കുഴന്മാരൊക്കെ ആണെങ്കിൽ കർത്താവിൻ്റെ പുറകെ പോവുക ചെയ്യുക, അല്ലേ? കർത്താവ് ആ ചുങ്കക്കാരനായ സക്കായിയുടെ വീട്ടിലേക്ക് പോയി. സക്കായി കർത്താവിൻ്റെ എന്തായി തീർന്നു? ശിഷ്യനായി തീർന്നു, അല്ലേ? കർത്താവിൻ്റെ പുറകെ ആൾക്കാർ പോവുക ചെയ്യാം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസിനെ ദൈവം വിളിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, പ്ലീസ് എന്നെ വിട്ടു പോകൂ എന്ന് കർത്താവിനോട് പറഞ്ഞു. കാരണം ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞാൻ അവിശ്വസിച്ചു. പക്ഷേ കർത്താവ് അവനെ ചേർത്ത് പിടിച്ചു, അവൻ കർത്താവിൻ്റെ പുറകെ വരണം എന്ന് കർത്താവ് പറഞ്ഞു. മത്തായി, സക്കായി, പാപിനികളായ സ്ത്രീകളെല്ലാം കർത്താവിൻ്റെ പുറകെ വരികയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങൾക്ക് ഇനി ഒരു പാപക്ഷമയുടെ ആവശ്യമില്ല. മിശിഹ ആണ് നീ എങ്കിൽ നീ ഞങ്ങളെ റോമൻ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിച്ച് ഇവിടെ നിന്നോട് കൂടെ ഞങ്ങൾ വാഴുന്ന ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്ന് സ്വന്തം നീതിയിൽ ആശ്രയിക്കുകയും മറ്റുള്ളവരെ തെറ്റായ അളവുകോൽ വെച്ചുകൊണ്ട് വിധിക്കുകയും ആ അളവുകോൽ സ്വന്തം ഉപയോഗിക്കാതെ, അത് ഞാൻ വേറെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്, അതേ അളവുകോൽ പ്രകാരം കർത്താവ് അവരെ വിധിക്കുകയാണെങ്കിൽ ഇവരൊക്കെ നരകത്തിൽ പോകും. ഇവർക്ക് ആർക്കും മെമ്പർഷിപ്പ് ഉണ്ടാവില്ല സിനഗോഗിൽ. അതാണ് മത്തായി 5:6-7 എന്ന് പറയുന്നത്. അതിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണം. അപ്പോൾ മറ്റുള്ളവരെ തെറ്റായ അളവുകോൽ വെച്ച് വിധിച്ചിട്ട് കർത്താവിനെ ഇപ്പം വിധിക്കാൻ വന്നിരിക്കുക, കർത്താവിനെ കൊല്ലിക്കാനും ചിന്തിച്ച് വന്നിരിക്കുക.
അങ്ങനെയുള്ള കപടഭക്തിക്കാരായിരിക്കുന്ന ഈ മനുഷ്യർ ഞങ്ങൾ നീതിമാന്മാരാണെന്ന് നടിക്കുകയും കപടഭക്തിക്കാരായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യർ, ആ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു? അവർ ഈ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് മാത്രമല്ല, അവർ വിട്ടുപോയി. ഇപ്പം ഞാനീ പറയുന്ന വചനം കേൾക്കുമ്പോൾ ചില ക്രിസ്ത്യാനികൾ മനോജ് നമ്മുടെ ദൈവസഭയ്ക്കെതിരാണ്, മനോജ് മോദിയുമായി കോംപ്രമൈസ് ചെയ്യപ്പെട്ടവനാണ്. കർത്താവ് കൈസറുമായിട്ട് കോംപ്രമൈസ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. മനോജ് അവന് ഈ മാർവാടി കുലത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കും മോദിജിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ മോദിജിക്കൊന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഭാരത സർക്കാരിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിപ്പോൾ ആര് ഭരിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ഭാരതത്തിൻ്റെ സർക്കാർ നല്ല നിയമം കൊണ്ടുവന്നാൽ അത് ഏത് നിയമമാണെങ്കിൽ ഞാൻ പാലിക്കും. അപ്പോൾ മനോജ് കോംപ്രമൈസ്ഡ് ആണ്, കർത്താവ് കോംപ്രമൈസ്ഡ് ആണ് എന്ന് പറയാനാണ് ചില ആളുകൾക്ക് ഇപ്പോൾ തോന്നുക. ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ ഭാരതത്തിൻ്റെ എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അനുസരിക്കണം. നീ ആരാ അത് പറയാൻ എന്നായിരിക്കും ചിലർ പറയാം. അതാണ് ഈ വിട്ട് പോയി കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ വചനം കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിക്കാൻ വേണമെങ്കിൽ ആ ചുങ്കക്കാരെ പോലെ, ആ പാപികളെ പോലെ, ആ കുരുടന്മാരെ പോലെ, ആ ബലഹീനരെ പോലെ അല്ല, വേണമെങ്കിൽ പരീക്ഷന്മാരെ പോലെ വിട്ടുപോകും. അത് നിങ്ങളുടെ ഇഷ്ടം. ദൈവവചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഇവിടെയൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരമാകത്തക്ക രീതിയിലുള്ള നല്ല നല്ല മറുപടികൾ, ചുട്ട മറുപടികൾ കൊടുത്തിട്ട് അവരുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ ഉടച്ചിട്ട് കർത്താവ് ആ സിംഹാസനത്തിൽ വിരാജമാനാകാൻ പോവാണ്. സിംഹാസനം എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് കർത്താവ് രാജാവായി വാണത് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് എന്നാണ്. പക്ഷേ ഇതാ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും യഹൂദന്മാരുടെ രാജാവ് എന്ന ടാഗ് അവൻ്റെ മുകളിൽ വെച്ചിട്ട് അവനെ ക്രൂശിക്കുകയും ചെയ്തില്ലേ? ഇടതും വലതും രണ്ട് കള്ളന്മാരെ നിർത്തിയില്ലേ? അവിടെയാണ് കർത്താവ് രാജാഭിഷേകം ചെയ്യപ്പെട്ടത്. അവിടെയാണ് കർത്താവ് രാജാവായത്. യോഹന്നാൻ്റെ ഭാഷയെ പറഞ്ഞാൽ അവൻ ഗ്ലോറിഫൈഡായി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. അവൻ ഗ്ലോറിഫൈഡായി. അപ്പോൾ ആ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന കാര്യം അന്ന് അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഇവരുടെ ഈ വിഗ്രഹങ്ങളൊക്കെ തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുക. നമ്മളെയും ഈ വിഗ്രഹങ്ങളൊക്കെ കർത്താവ് തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ, ആ പാപത്തിൻ്റെ ശിക്ഷ, പാപം ആസച്ചല്ല, കർത്താവ് പാപിയാവുന്നില്ല, പാപത്തിൻ്റെ കുറ്റം, നമ്മുടെ പാപത്തിൻ്റെ കുറ്റം മൂലം വന്ന എല്ലാ ശാപങ്ങളും എല്ലാം കർത്താവ് അവൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. ആ വഹിച്ചിട്ട് മുന്നോട്ട് പോവാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വെറുക്കുകയും ചെയ്യും. ഇവരുടെ വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം ഇതെല്ലാം കൂടെ വഹിച്ച് സാത്താനെ ഇനി ദൈവത്തോട് ക്ഷമ ചോദിച്ചാലും ക്ഷമ കിട്ടാത്ത രീതിയിൽ അവൻ്റെ അന്ത്യ ന്യായവിധി പ്രഖ്യാപിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ കർത്താവ് മരിക്കാൻ പോവാം. മരിക്കാൻ മാത്രമല്ല, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശാപത്തെയും പാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും സാത്താൻ്റെ അധികാരത്തെയും മുഴുവനായിട്ട് ഇല്ലാതാക്കും. ഒരു പുതിയ മനുഷ്യത്വം സ്ഥാപിക്കും. ആ പുതിയ മനുഷ്യത്വത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന ആളുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളല്ല, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിലുള്ള എല്ലാം ഒഴിവാക്കണം എന്നല്ല, ലോകത്ത് നിന്ന് കഷ്ടമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ലോകത്ത് നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള സാത്താനേക്കാളും വലിയവനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ, നമ്മുടെ ഉള്ളിലുള്ളവൻ. അവൻ നമ്മളെ സഹായിക്കും. ഏത് കൈസറിന് മുമ്പിലും പൗലോസിനെ നിർത്താൻ സഹായിച്ച അതേ ദൈവം, ഏത് പീലാത്തോസിന് മുമ്പിലും യേശു ക്രിസ്തുവിനെ നിൽക്കാനായിട്ട് സഹായിച്ച അതേ ദൈവം ഇന്ന് നമ്മുടെ പരിചയമായിട്ട്, നമ്മുടെ കോട്ടയായിട്ട്, നമ്മുടെ അധികാരമായിട്ട്, നമ്മുടെ അധികാരിയായിട്ട്, നമ്മുടെ നാവിന്മേൽ ബലം തന്നുകൊണ്ട് അവൻ നിൽക്കുകയാണ്. നിങ്ങളൊരു ക്രൈസ്തവ പുരോഹിതനാണെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങൾ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ വായിൽ ദൈവം ബലം കൽപ്പിച്ചിരിക്കുക. ദൈവവേദനയിലെ അവിടെ ചെല്ലുമ്പം നിങ്ങളുടെ വായിൽ ദൈവം ഉത്തരം തരും. പരിശുദ്ധാത്മാവാണ് പിന്നെ ഏറ്റെടുക്കുക, അവൻ സംസാരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ മാത്രമാകട്ടെ നമ്മുടെ ആശയം, നമ്മുടെ ആശ്രയം എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന ആൾക്കാർ പറയും നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്. ദുഃഖ വെള്ളിയാഴ്ച സാത്താന്, ദൈവമക്കൾക്ക് ഗുഡ് ഫ്രൈഡേ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവം
ദൈവനാമം മഹത്വപ്പെടട്ടെ.